Radio Library. Radio Library with RJ Radish. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 98.6 ഇത് റേഡിയോ ലൈബ്രറി. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. ഇന്ന് റേഡിയോ ലൈബ്രറിയിൽ സാഹിത്യത്തെക്കുറിച്ച്, പാട്ടുകളെക്കുറിച്ച്, കവിതകളെക്കുറിച്ചൊക്കെ നമ്മൾ ഏറ്റവും അടുത്തറിയാനായിട്ട് പോവുകയാണ്. ഇന്ന് എൻ്റെ കൂടെ റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയാണ്. എഴുത്തുകാരൻ, പ്രാസംഗികൻ, കാഥികൻ, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള നമ്മുടെ പ്രിയപ്പെട്ട കവി ആലങ്കോട് ലീലാകൃഷ്ണനാണ്. സർ നമസ്കാരം. റേഡിയോ മലയാളം 98.6ലേക്ക് സ്വാഗതം. സന്തോഷം രതീഷ്. റേഡിയോ മലയാളം 98.6 ഇങ്ങനെ ഒരു അവസരത്തിൽ 98.6 വരാൻ കഴിഞ്ഞത് എന്റെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. താങ്കളെ കാണാൻ കഴിഞ്ഞതും സംസാരിക്കാൻ അവസരം ഉണ്ടായതും. ഇപ്പൊ ഖത്തറില് നിരവധി തവണ എത്തിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായും. ഖത്തറിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എന്റെ വളരെ പഴയ സുഹൃത്തുക്കൾ, മലയാളികളുടെ നല്ല കൂട്ടായ്മകളുണ്ട്. ഞാനൊരു 10-15 വർഷം മുമ്പ് തൊട്ട് തന്നെ ഖത്തറിൽ വരുന്നുണ്ട്. ഇത്തവണ തന്നെ വന്നത് എന്റെ കൂടെ പഠിച്ച 9ലും 10ലും എന്റെ സഹപാഠിയായിരുന്ന മുഹമ്മദ് അലിക്ക. ഞാൻ മുഹമ്മദ് അലിക്ക എന്നാണ് വിളിക്കുക. എന്നേക്കാൾ 2 വയസ്സ് കൂടുതലാണ്. അത്ര പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരന്റെ ക്ഷണം സ്വീകരിച്ചിട്ടാണ്. അപ്പോൾ ഒരു ഹൃദയബന്ധമുണ്ട് ഖത്തറിലെ പല മനുഷ്യരുമായിട്ട്. കുറച്ച് കുട്ടിക്കാലത്തിലേക്ക് പോവാം. കവി എന്ന ടൈറ്റിലേക്ക് നമ്മൾ വരുന്നതിനെ കുറിച്ച് നേരത്തെ സ്കൂൾ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ കവിത എഴുതിയിരുന്നത്. അത് സാറ് ബുക്കിന്റെ ബാക്ക് സൈഡിൽ എന്തോ എഴുതിയിരുന്നതാണെന്ന് കേട്ടിട്ടുണ്ട്. രതീഷ്, അതൊക്കെ മനസ്സിലാക്കേണ്ടതായി. ഞാനത് വെച്ചാൽ അന്നൊന്നും കവിത എഴുതി പുറത്ത് കാണിക്കാനുള്ള ധൈര്യമില്ല. കവിതയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. എന്റെ വീട്ടിലാരും കവികളായിട്ടൊന്നുമില്ല. എനിക്ക് കവിതയുടെ പശ്ചാത്തലമില്ല. സ്കൂളിലെ അധ്യാപകരുമായിട്ടുള്ള ബന്ധം കൊണ്ടും സ്കൂളിൽ കവിത കേട്ടിട്ടും പല കവിയരങ്ങൊക്കെ പോലുള്ള കാര്യങ്ങൾ അന്ന് നടന്നിരുന്നു. അങ്ങനെയുള്ള ഇൻസ്പിറേഷനിലായിരിക്കണം. ഞാൻ 5ാം ക്ലാസ് തൊട്ട് തന്നെ ചെറുതൊക്കെ എഴുതും. അത് വീട്ടിൽ കാണിക്കാൻ ധൈര്യമില്ല. അന്ന് ഈ പാഠപുസ്തകത്തിനുള്ള ഒറ്റ പുസ്തകം അല്ലാതെ കവിത എഴുതാനൊന്നും ഒരു പുസ്തകം വാങ്ങി തരില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അർത്ഥപുസ്തകത്തിന്റെ, മലയാള അർത്ഥപുസ്തകത്തിന്റെ പിന്നിൽ എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ കുറിച്ചു വെക്കും. അങ്ങനെ കുറെ കവിതകൾ അതിന്റെ പുറകിൽ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പുതിയ അധ്യാപകൻ ക്ലാസ് എടുക്കാൻ വന്നു. അപ്പൊ അദ്ദേഹം ക്ലാസ്സിൽ വന്ന ആദ്യം മുമ്പിലിരിക്കുന്ന കുട്ടിയുടെ, ഞാനാണ് മുമ്പിലിരിക്കുന്നത്, ആദ്യത്തെ കുട്ടിയാണ്. ഏതുവരെ മലയാളം പഠിപ്പിച്ചു എന്നറിയാൻ വേണ്ടി അർത്ഥപുസ്തകത്തിൽ അർത്ഥം എഴുതിയത് നോക്കിയാൽ അറിയാലോ. അതറിയാൻ വേണ്ടി എന്റെ പുസ്തകം എടുത്ത് മറിച്ചത് തിരിച്ചായി പോയി. അപ്പോൾ ഇദ്ദേഹം ഞാൻ എഴുതി വെച്ച ഈ തോന്നിയാക്ഷരങ്ങളാണ് ആദ്യം കണ്ടത്. അപ്പൊ അതിങ്ങനെ നോക്കി അദ്ദേഹം കുറച്ചു നേരം വായിച്ചിട്ട് എന്താ അതെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പറയാൻ ധൈര്യമില്ല, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പുസ്തകം മടക്കി വെച്ചിട്ട് മേശപ്പുറത്ത് വെച്ചു. ക്ലാസ് കഴിഞ്ഞിട്ട് സ്റ്റാഫ് റൂമിൽ വാന്ന് പറഞ്ഞു. അതോടുകൂടി ചങ്കെടുപ്പ് കൂടി. കാരണം പുതിയ അധ്യാപകനാണ്, ഏത് തരക്കാരനാണെന്ന് അറിയില്ല. അർത്ഥപുസ്തകത്തിന്റെ പിന്നിൽ വൃത്തിയോടെ എഴുതി വെച്ചതിന് ശിക്ഷിക്കാനാണ് വിളിക്കണതല്ലേ സ്വാഭാവികമായിട്ട് വിചാരിക്കുക. കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇന്നിപ്പോ പുതിയ ഭാഷയിൽ അടി കിട്ടും. ഞാൻ പേടിച്ചു കുറച്ച് സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോ എന്താണ് എന്റെ പേര് ലീലാകൃഷ്ണനാ, ഇതെന്താടോ അതൊക്കെ? സാർ ഞാനിനി ചെയ്യില്ല എന്ന് ഭയങ്കര സങ്കടമായിട്ട് പറഞ്ഞു പോയി. അപ്പൊ മാഷ ഉറക്കെ ചിരിച്ചു. എടോ, ഇത് തനിക്ക് തോന്നിയിട്ട് താൻ സ്വന്തം ചെയ്യണതാണെങ്കിൽ ഇനിയും ചെയ്യണം എന്ന് പറയാനാണ് തന്നെ വിളിപ്പിച്ചത്. നന്നായിട്ടുണ്ട്, ഇത് കവിതയത് എന്ന് പറഞ്ഞിട്ട് അതിലെ തുമ്പിയോട് എന്നൊരു കവിത, തുമ്പിയോട്, അത് മാഷ 1-2 തിരുത്തൊക്കെ വരുത്തി. ഇതൊക്കെ തിരുത്തിയിട്ട് ഞാനൊരു അഡ്രസ്സ് തരാം, അതിലേക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ അദ്ദേഹം ഒരു അഡ്രസ്സ് തന്നു. അപ്പോഴേക്കും പ്രാണൻ നേരെ കിട്ടി. മാഷ 1-2 തിരുത്ത് വരുത്തിയാണ്. അതൊക്കെ അത് പകർത്തി എഴുതി മാഷ തന്ന അഡ്രസ്സിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്. സുഗതകുമാരി, എഡിറ്റർ, തളിര്, ജവഹർ ബാലഭവൻ, കനകക്കുന്ന് കൊട്ടാരം, തിരുവനന്തപുരം. ആ അഡ്രസ്സിൽ അയച്ചു കൊടുത്തു. മാഷ് പറഞ്ഞുകൊണ്ട് ചെയ്തു എന്നല്ലാതെ എനിക്കതിനെ കുറിച്ച് അങ്ങനത്തെ ധാരണയൊന്നുമില്ല. കവിത പ്രസിദ്ധീകരിക്കാന്നൊന്നും മനസ്സിലാക്കാനുള്ള വിവരമായിട്ടില്ല. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ തപാലിൽ ഒരു മാസിക, ആദ്യമായിട്ട് എനിക്ക് തപാലിൽ വരികയാണ്. ഒരു മാസിക അവിടെ തന്നിട്ട് പോയി, പോസ്റ്റ്മാൻ ഗോവിന്ദേട്ടൻ. അപ്പൊ അമ്മ പറഞ്ഞു എനിക്ക് തപാലിൽ എന്തോ കിട്ടിയിരിക്കണം. അത് പൊളിച്ച അമ്പരപ്പോടുകൂടി വായിച്ചപ്പോൾ കാണാം ഒരു പേജിൽ 1ാമത്തെ കവിതയായിട്ട് എം ലീലാകൃഷ്ണൻ, ആലങ്കോട്, തുമ്പിയോട്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസവും നിമിഷമായിരുന്നു അത്. അതും കൂടി ഞാൻ ആലങ്കോട് കൂടെ ഓടി കിടന്നു. അമ്മയ്ക്ക് ഇതിന്റെ ഗൗരവമൊന്നും മനസ്സിലായില്ല. തറവാട്ട് പോയി അമ്മാവന്മാരെ കാണിച്ചു. അവർ പഠിക്കാതെ തോന്നിയത് കാണിക്കാതെ വലുതും പഠിച്ചോ ചെക്കാന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ അന്തമാൻ ഗോപാലേട്ടൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം അന്തമാനിലായിരുന്നു വളരെ. അപ്പൊ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാനിങ്ങനെ അവസാനത്തെ ഒരാളെ കാണിക്കുക, ഗോപാലേട്ടൻ എന്റെ കവിത വന്നിട്ടുണ്ട്. അതിങ്ങനെ നോക്കി അദ്ദേഹം അമ്പരന്ന് അത്ഭുതം കാണിച്ചിട്ട്, എടാ ഇത് അത്ഭുതമല്ലേ, ഒരു ആലങ്കോട്ടുകാരന്റെ കവിത, ആലങ്കോടിന്റെ പേര് ആദ്യമായിട്ട് നീ പേപ്പറിൽ അച്ചടിപ്പിച്ചില്ലേ, മിഠായി വാങ്ങി തിന്നോ എന്ന് പറഞ്ഞൊരു 4 എനിക്ക് തോന്നുന്നു. ഇപ്പൊ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വിലപ്പെട്ട അവാർഡ് ആദ്യത്തെ കവിതയ്ക്ക് ഗോപാലേട്ടൻ തന്ന 4 അതാണ് ഇപ്പൊ രതീഷ് ഓർമ്മിച്ച ആ കവിത. വരികൾ ഓർമ്മയുണ്ടോ ഏതെങ്കിലും? തീർച്ചയായിട്ടും, അതൊന്നും മറക്കില്ല. നമുക്ക് മരണം വരെ മറക്കില്ല. തുമ്പിയോട് എന്നാണ്, അന്നത്തെ കാലത്തെയാണല്ലോ. അപ്പൊ ആ പ്രായം 7ാം ക്ലാസ്സിൽ പഠിക്കാന്ന് പറഞ്ഞാൽ 11 വയസ്സാണ്. കുട്ടിക്കവിതയാണ്. മഞ്ഞത്തുമ്പി വാ വാ, കുഞ്ഞിനോടൊത്തു കളിക്കാൻ വാ, കണ്ണും പൊത്തി കളിച്ചിടാം, വിണ്ണും നോക്കി പറന്നിടാം, നിന്നോടൊത്തു പറന്നിടാൻ എന്നുള്ളം ഹാ തുള്ളുന്നു, ചക്കരമാവിൻ തുഞ്ചത്ത് തത്തി നടക്കാം പൂത്തുമ്പി, കുഞ്ഞിച്ചിറക് വിരുത്തിക്കൊണ്ടെങ്ങു വിരുന്നിനു പോണു നീ, മാനത്തുണ്ടൊരു വെള്ളാമ്പൽ പൂവൊന്നെത്തി പിടിക്കാമോ,
താഴത്തു നിൽക്കുമെനിക്കാപ്പൂ താമരത്തുമ്പി നീ തരുമോ. ഇതിൽ ഈ താമരത്തുമ്പി എന്നുള്ള മാഷ് എഴുതിയതാ, വേറെന്തോ ഞാൻ കുഞ്ഞിത്തുമ്പി എന്നിട്ട് എഴുതിയത്. തത്തി നടക്കാന്നുള്ളത് പാറി നടക്കാന്നായിരുന്നു, അത് തത്തി നടക്കാന്നാക്കി. ഈ രണ്ടു വരി അദ്ദേഹം തിരുത്തിയതാണ്. അതാണ് ആ കവിത. ഏറ്റവും മനോഹരമായിട്ടുള്ള കവിതകളാണ്. ആ കവിതയിൽ നിന്ന് തുടങ്ങിയതാണ് ഇന്ന് നമ്മൾ കാണുന്ന കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. കവിതകളൊക്കെ ഒരുപാട് കേൾക്കുമ്പോഴും ആലോചിക്കാറുണ്ട്, ഈ കവിതകളൊക്കെ എങ്ങനെ എഴുതപ്പെടുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കവിതകൾ ജനിക്കുന്നത് ശരിക്കും? അത് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ലാത്തൊരു രസതന്ത്രമാണ്. ഞാൻ പറഞ്ഞില്ല, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഇത് എഴുതുമ്പോൾ എനിക്ക് പശ്ചാത്തലമൊന്നുമില്ല, കവിത എഴുതാനുള്ള വാസനകളില്ല. പക്ഷെ കുട്ടിക്കാലത്ത് ധാരാളം ഇങ്ങനെ അമ്മമ്മയൊക്കെ പാടി തന്ന കവിതകളൊക്കെ ചൊല്ലി പഠിച്ചിട്ടുണ്ട്. ചില ശംഭുശ്രീ ഭഗവാന്റെ അങ്ങനെയൊക്കെയുള്ള കുറെ ശ്ലോകങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ തൃച്ചംബരത്ത് പെരുമാൾക്ക് ചെറുപ്പമെന്നങ്ങു ചേർ വിളിച്ചു പറയുന്നു ഇത് ലോകരെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ശ്ലോകങ്ങളൊക്കെ അമ്മമ്മ ചൊല്ലും. അമ്മമ്മയ്ക്ക് വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അമ്മമ്മ നാമം ചൊല്ലുന്ന കൂട്ടത്തിൽ കുറെ ശ്ലോകങ്ങൾ ചൊല്ലും. അതൊക്കെ കേട്ട് ഒരുപക്ഷെ അത് കുറെ ഹൃദയസ്ഥായിരുന്നു എനിക്ക്. അങ്ങനെ ഒരു പ്രേരണയാണ്. പിന്നെ സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ സാഹിത്യ സമാജത്തിൽ കവിതകൾ ചൊല്ലും, സാഹിത്യ സമിതി എന്നുണ്ടായിരുന്നു. അന്ന് മുതൽക്ക് ഇങ്ങോട്ട് ഞാൻ വലിയ ഇടവേളകളില്ലാതെ ചെയ്തൊരു ജോലി കവിത എഴുത്താണ്. ഇപ്പോഴും ഒരു കവിത ജനിക്കുക എപ്പോഴാന്ന് പറയാൻ പറ്റില്ല, എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കവിത മാത്രം ഞാൻ എന്റെ സ്വന്തം പ്രേരണ കൊണ്ട് ബോധപൂർവം ചെയ്യുന്നതല്ല. ലേഖനങ്ങൾ എഴുതുക, പ്രസംഗിക്കുക, മറ്റെല്ലാ ജോലി, തിരക്കഥ എഴുതുക, സിനിമയ്ക്ക് പാട്ട് എഴുതുക, അതൊക്കെ പരപ്രേരണ കൊണ്ട് നിർബന്ധിതമായി ചെയ്യുന്നതാണ്. ഇന്നേ വരെ കവിത മാതൃഭൂമി ഓണപ്പതിപ്പ് എന്നൊക്കെ ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ എഴുതേണ്ടി വരും. അപ്പോഴും നമ്മൾ അങ്ങനെ എഴുതാൻ വേണ്ടി എഴുതാറില്ല. അതിങ്ങനെ മനസ്സ് കൊണ്ടു നടക്കുമ്പോൾ ചിലപ്പോൾ കാണാൻ പെട്ടെന്ന് ഒരു കവിത പുറപ്പെടും. 4 വരിയാവും ആദ്യം വരിക, അത് പിന്നെ ഒന്ന് രാഗി മിനുക്കി കുറച്ച് സമയം എടുത്ത് ചിലപ്പോൾ ഒരു കവിത പൂർണ്ണമായും മനസ്സിൽ തോന്നും. രാത്രിയൊക്കെ ഇതുപോലെ ഒരു തോന്നലുണ്ടായിട്ട് എഴുന്നേറ്റിരുന്ന് പാതിരാക്കൊക്കെ ഞാൻ എഴുതി വെച്ച കവിതകളുണ്ടായിരുന്നു. ഇതൊന്നും ഒരു എന്തുകൊണ്ടെന്ന് പറയാൻ പറ്റാത്തൊരു പ്രവർത്തനം. ബോധപൂർവ്വം ചിലപ്പോൾ എഴുതുന്ന കവിതകളൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. എഴുതാൻ വേണ്ടിയിട്ട് എഴുതുന്നു, പത്രത്തിലുള്ള കഥകളൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനെയൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു? തീർച്ചയായും അതിപ്പം നമ്മളങ്ങനെ വിമർശനാത്മകമായിട്ട് പറയാൻ പാടില്ല. എല്ലാവരും കവികളാവണം എന്നാണ് എന്റെയൊക്കെ ഒരു ആഗ്രഹം. കാരണം കവിത നമ്മുടെ മനസ്സിനെ വളരെ അലിവുള്ളതാക്കും. ആർദ്രതയാണ് ഈ കലകളുടെ മുഴുവൻ അടിസ്ഥാന ലക്ഷണം. ആർദ്രതയുള്ളവരാണ് കവികളും കലാകാരന്മാരും ഒക്കെ ആവുന്നത്. ആദ്യത്തെ കവിത ഇന്ത്യയിൽ ഉണ്ടായത് ഒരു പക്ഷിയെ കൊല്ലരുത് എന്ന് പറയാനാണ്. കാട്ടാളൻ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ പക്ഷിയുടെ നിലവിളി കേട്ട് മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാ യത് ക്രൗഞ്ച മിഥുനാദേകം അവധി കാമമോഹിതം എന്ന് ഉച്ചരിച്ചു പോവുകയാണ്. കൊല്ലരുതേ എന്നാണ്, അരുതേ, കൊല്ലരുതേ. ഒരു പക്ഷിയെ കൊല്ലരുത് എന്ന് പറയാനുണ്ടായ കവിതയായതുകൊണ്ട് നമുക്ക് എപ്പോഴും പറയുക, ഈ നിലവിളികളെ അനുസരിക്കുന്നവനാണ് കവിയും കലാകാരൻ. ഇപ്പൊ ഏത് കാവ്യപ്രേരണയിലും ഏത് കലാപ്രേരണയിലും ക്രിമിനൽ അല്ലാത്തൊരു മാനസികാവസ്ഥയുണ്ട്. മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാവരുത്. ഒരു പൂവിന് വേദനിക്കുന്നു. കുമാരനാശാൻ കണ്ട പൂവിനെ എത്രയോ ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഹാ പുഷ്പമേ അധിക തുങ്ക പഥത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. ഹാ എന്ന് തുടങ്ങിയിട്ട് അവസാനം അവനിവാഴ്വ് കിനാവ് കഷ്ടം. ഹാ കഷ്ടം, അതൊരു വ്യാക്ഷേപക ശബ്ദത്തോട് ചേർന്നൊരു സങ്കടമാണ്. എന്തൊരു കഷ്ടമാണ് ഈ മരണം, അല്ലെങ്കിൽ എന്തൊരു കഷ്ടമാണ് ഈ ജീവിതം. അങ്ങനെയാണ് ജീവിതത്തിന്റെ ഫിലോസഫി ആശാൻ പറയുന്നത്. ഇതിന്റെ അർത്ഥം ഒരു പൂ വീണാലും ഒരു പക്ഷിക്ക് വെടിയേറ്റാലും എവിടെ കുട്ടികൾ മരിച്ചാലും, പലസ്തീനിലെ കുട്ടികൾ മരിച്ചാലും ഉക്രൈനിൽ കുട്ടികൾ മരിച്ചാലും എവിടെയൊക്കെ ജീവന് വേദന ഉണ്ടാവുന്നുവോ അവിടെയൊക്കെ കവി വേദനിക്കുന്നുണ്ട്. രുദിതാനുസാരി കവി എന്നാണ്, കരച്ചിലിനെ അനുസരിക്കുന്നവനാണ് കവി. അതുകൊണ്ട് പുതിയ എഴുത്തുകാരുണ്ടാവട്ടെ, ഒരുപക്ഷെ അവർക്ക് പരിശീലനക്കുറവുണ്ടാവും. ഞാൻ പുതിയ എഴുത്തുകാരോട് പറയുക, എഴുത്തച്ഛൻ തൊട്ടെങ്കിലും ഉള്ള മലയാള കവിതകൾ വായിച്ച് വെറുതെ ഒരു സമ്പത്ത് സമ്പാദിച്ചു വെച്ചാൽ നിങ്ങൾക്ക് വലിയ തോതിൽ നിങ്ങളെ പുതുക്കി പണിയാൻ പറ്റും. ഏതിനും ഒരു എക്സസൈസ് വേണ്ടേ? നൃത്തം പഠിക്കാൻ ആദ്യത്തെ പാഠം പഠിക്കണം, ചിത്രം പഠിക്കാൻ വേണം. കവിത എഴുതാൻ മാത്രം ഒരു എക്സ്പീരിയൻസും വേണ്ട, ഒരു പരിശീലനം വേണ്ട എന്ന് വരുന്നത് ശരിയല്ല. കവിതയാണെങ്കിലും കഥയാണെങ്കിലും ഒന്നുമില്ലെങ്കിൽ അതിന് പഠിപ്പിക്കാൻ ഒരു വഴിയില്ല. കവിത പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ല, കഥ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ല. സാഹിത്യ ക്യാമ്പുകളിൽ എഴുത്തുകാരുടെ രചനകളുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായി വരുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. അതിനെങ്കിലും പുതിയ എഴുത്തുകാർ തയ്യാറായാലേ എഴുത്ത് നിലനിൽക്കുള്ളൂ. കവിതകൾ എഴുതുമ്പോൾ നമ്മളിപ്പോൾ ചില സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് പ്രകൃതിയെക്കുറിച്ച് വർണ്ണിക്കാൻ, അല്ലെങ്കിൽ പുഴയെക്കുറിച്ചോ മഴയെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ, അതൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അത്രയും എക്സ്പീരിയൻസുകൾ ഇപ്പൊ ഇല്ലാതെ പോകുന്നോ? ഇപ്പോഴത്തെ കവികൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അങ്ങനെയില്ല. ഈ ടെക്നോളജി ഒക്കെ ഉണ്ടാക്കുന്നത് ഇപ്പൊ നിങ്ങളിപ്പോൾ ഒരുപാട് പുതിയ ടെക്നോളജി ആയിട്ട് പരിചയപ്പെടുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ വന്നിരിക്കുന്നത്. അതുമായിട്ട് നമ്മളെക്കാളൊക്കെ ഏറെ പുതിയ കുട്ടികൾ അക്വൈന്റഡ് ആണ്. ഏറ്റവും കൂടുതൽ അവർ അതുമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. അതുണ്ടാക്കുന്ന അനുഭവങ്ങളുണ്ടല്ലോ. എന്തും കവിതയാവാം. ഇന്നത് മാത്രമാണ് കവിത എന്ന് പറയാൻ പറ്റില്ല. കവിത മനുഷ്യനുമായി ബന്ധപ്പെട്ട എന്തും കവിതയ്ക്ക് വിഷയമാണ്. ഞാൻ ഈയിടെ പുതിയ കവിയാണ് അമ്മുദീപ. അമ്മുദീപയുടെ ഒരു വരി വായിച്ച് അത്ഭുതപ്പെട്ടു. മരിച്ചു പോയതറിയാതെ അന്ന് രാവിലെയും അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. 2 വരിയ. ഒരുപക്ഷെ എനിക്ക് ആലോചിക്കാൻ പറ്റുന്ന സംഗതിയാണ്. മരിച്ചു പോയത് ഓർക്കാതെ അന്ന് രാവിലെയും അവൾ അധികാലത്ത് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. ഒരു സ്ത്രീ ആണെങ്കിൽ മരിച്ചാൽ പോലും അവൾ എഴുന്നേറ്റ്
അടുക്കളയിലേക്ക് പോകണം എന്ന അടുക്കളയുടെ ഒരു അടിമത്തത്തിൽ പെട്ടുപോയ ഒരു സ്ത്രീയുടെ അവസ്ഥ ഇതിനേക്കാൾ നന്നായിട്ട് എങ്ങനെ പറയാം? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. കുറെ വർഷം മുമ്പ് ലതീഷ് കിഴല്ലൂരിന്റെ ഒരു കവിത വായിച്ചിരുന്നു. അവരൊക്കെ പുതിയ ആളുകളാ. ഒരിക്കൽ പെയ്താൽ മതി ജീവിതകാലം മുഴുവൻ ചോർന്നൊലിക്കാൻ. പ്രണയമഴ എന്നാണ് അതിന്റെ പേര്. ഒരിക്കൽ പെയ്താൽ മതി ജീവിതകാലം മുഴുവൻ ചോർന്നൊലിക്കാൻ. ഇത് കുറച്ച് പഴയ കവിതയാട്ടോ. പക്ഷെ ഇങ്ങനെ പുതിയ സാധനങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. സാധനങ്ങൾ മീൻസ് പുതിയ സങ്കല്പങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്, പുതിയ യാഥാർത്ഥ്യങ്ങളോടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പൊ ഏത് അനുഭവവും കവിതയ്ക്ക് വിഷയമാവും. അതിനിപ്പോ നമ്മൾ അച്ഛനമ്മ ബന്ധങ്ങൾ, പ്രകൃതിയൊന്നും വേണ്ട, പ്രകൃതി ഇല്ലാതാവലും ഒരു കാവ്യ വിഷയമാണ്. അതെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യം പറഞ്ഞു. നേരത്തെ എഴുതിയിരുന്നൊരു കവിത തന്നെ സൈബർ നിലാവ്. അപ്പൊ സൈബർ ഇടത്തെ കുറിച്ച് പറയുന്നത് സൈബർ നിലാവും ഇതുപോലത്തെ ഒരു സംഘർഷത്തിൽ എഴുതിയതാണ്. ഞാൻ ഈ പുതിയ ടെക്നോളജിയായിട്ട് അത്ര അടുത്ത് ബന്ധമുള്ള ആളല്ല. ബാങ്കിലൊക്കെ ആയതുകൊണ്ട് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അതിലൊരു അച്ഛനുണ്ട്. അച്ഛൻ്റെ ഒരു ചിത്രമുണ്ട്. അതിൽ വേർപ്പ് തേവി തളർന്നു വരുന്ന ഒരാൾ നേർത്ത സൈബർ നിലാവിൽ തെളിഞ്ഞുവോ. ഒരു സ്ക്രീൻ സേവർ പോലെ ഒരു കഴിഞ്ഞ തലമുറ. എത്ര ദൂരം നെടുവരമ്പിൽ കൂടി, ചുട്ടുപൊള്ളും നദീതടത്തിൽ കൂടി, നട്ട തയ്യുകളൊക്കെയും ചുട്ടയിട്ട് കരിഞ്ഞ തീരങ്ങളിൽ, നാട്ടുപാതയിൽ ചെമ്മണ്ണു പുഷ്പിച്ച നേർത്ത മഞ്ഞപ്പതിറ്റടി തോർച്ചയിൽ ഏതൊരേകാന്ത ലോകാന്തരങ്ങളിൽ പാത തെറ്റി പകച്ചു വന്നെത്തുന്നു. ഇപ്പൊ ഈ സൈബർ നഷ്ടപ്പെടുത്തിയൊരു ലോകമാണ് ഈ അച്ഛന്റെ സ്ക്രീൻ സേവർ ചിത്രം. നാട്ടുപാത, മഞ്ഞപ്പതിറ്റടി തോർച്ച. ഇതൊരു പക്ഷേ എന്ന് പറഞ്ഞാൽ അറിയില്ല. സന്ധ്യ വരുന്നതിന് മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്താണ് ഈ മഞ്ഞപ്പതിറ്റടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മഞ്ഞ നിറത്തിന്റെ രാശി ഇങ്ങനെ പടർന്നിട്ടായിരിക്കും. അതൊരു തോർച്ചയാണ്, മഴ പെയ്ത് തോരുന്നത് പോലെ വെളിച്ചത്തിന്റെ തോർച്ചയാണ്. ഇത് എനിക്ക് നഷ്ടപ്പെട്ട ലോകങ്ങളെ ഈ സൈബറിന്റെ ലോകമായിട്ട് താരതമ്യപ്പെടുത്താനും സൈബറിൽ നിലാവുദിക്കും എന്ന് സങ്കല്പിക്കാനും അവസാനത്തിൽ പറയുന്നത്, ഒറ്റ നോക്കിനാൽ തീവന്ത മാമരം പച്ചതൻ മഹാകേദാരമാക്കുവാൻ വന്നു നിൽക്കുന്നു കശ്യപൻ പിന്നെയും വിത്തെറിഞ്ഞാൽ മുളയ്ക്കാത്ത സൈബറിൽ. എന്റെ അച്ഛൻ അല്ലെങ്കിൽ നമ്മളുടെ പിതാക്കൾ വിത്തെറിഞ്ഞ് മുളപ്പിച്ച മണ്ണിൽ വിത്ത് മുളയ്ക്കാത്ത സൈബർ ലോകം എതിർ നിൽക്കുമ്പോൾ ഒരു പ്രത്യാശ വയ്ക്കുകയാണ്, ഈ സൈബറിലും നാളെ വിത്ത് മുളയ്ക്കും. നമുക്കറിയില്ല സൈബർ ലോകം എവിടെയാണ്. 17-14 ലോകങ്ങൾ പോലെ തന്നെ സൈബർ ലോകം ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സൈബർ ഒരു ലോക യാഥാർത്ഥ്യമാണ്. അപ്പൊ അവിടെ ജൈവമായ വിത്ത് മുളപ്പിക്കാനുള്ള ഒരു പ്രത്യാശയോ ആഗ്രഹമോ ആണ് കവി. ഞാനെന്നല്ല, ഏത് കവിയാണെങ്കിലും അതൊരു സംഘർഷമാണ്. ആധുനിക ടെക്നോളജിയും ഈ നാട്ടുജീവിതവും തമ്മിലുണ്ടാകുന്ന ഒരു സംഘർഷം. ആ സംഘർഷത്തിൽ നിന്ന് അറിയാതെ ഉണ്ടായി വരുന്ന ഒരു ഭാവനയാണ്. ഇപ്പൊ ഈ ഒരു കവിതയിൽ തന്നെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ കടന്നു വരുന്നുണ്ട്. കവിത എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം, സാഹിത്യപരമായിട്ട് സാഹിത്യവാക്കുകൾ മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ളത് അങ്ങനെയുണ്ടോ? അത് പഴയ ഒരു പാഠമാണ്. നമ്മൾ പണ്ട് പറയായിരുന്നു മലയാള കവിത എന്ന് പറഞ്ഞാൽ മലയാള വാക്കുകൾ. അങ്ങനെ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ ജീവിതത്തിൽ, ഞാൻ തന്നെ ഇംഗ്ലീഷ് വാക്കൊക്കെ പറഞ്ഞില്ലേ, ജീവിതത്തിൽ എത്ര വാക്കുകൾ ഉപയോഗിക്കുന്നു. ഒരു ഉദാഹരണം രതീഷ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ നാട്ടിൽ ഈ പുഞ്ചയ്ക്ക് തേവുന്ന ആളുകൾ ഒരു തേക്ക് പാട്ട് പാടുന്നതിന്റെ 2 വരി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മുഴുവൻ ഓർമ്മയില്ല, കുട്ടിക്കാലത്ത് കേട്ടതാ. പുഞ്ചപ്പാടം തേകി നനക്കാൻ പാടെന്താണ് പക്കെ, പുഞ്ചിരി കൊണ്ടൊരു കൽബ് നനക്കാൻ സെക്കൻഡാണ്. 2 വരിയേ ഉള്ളൂ. പുഞ്ചപ്പാടം തേകി നിറയ്ക്കാനുള്ള പാടം എന്താണ്? കഷ്ടപ്പെട്ടായി ചക്രം ചവിട്ടുന്നത്. പുഞ്ചിരി കൊണ്ടൊരു കൽബ് നിറയ്ക്കാൻ സെക്കൻഡാണ്. ഈ 2 വരി കവിതയിൽ 4 ഭാഷയുണ്ട്. പുഞ്ചപ്പാടം എന്ന് പറയുന്ന നല്ല മലയാള വാക്കുണ്ട്, പുഞ്ചിരി എന്ന് പറയുന്ന സംസ്കൃത വാക്കുണ്ട്, കൽബ് എന്ന അറബി വാക്കുണ്ട്, സെക്കൻഡ് എന്ന ഇംഗ്ലീഷ് വാക്കുണ്ട്. ഇത് വലുത് മനസ്സിലാവാതിരുന്നോ? ഇല്ല. അത്രയേ ഉള്ളൂ. ഈ വികാരം, പുഞ്ചപ്പാടം തേകി നനയ്ക്കാനുള്ള കഷ്ടപ്പാടുള്ള കർഷകൻ പറയാണ്, ഒരു പുഞ്ചിരി കൊണ്ട് ഒരു കൽബ് നിറയ്ക്കാം, നനയ്ക്കാം. അത്ര ലളിതമാണ് ഈ സംഗതി. ഇതാണ് പിന്നീട് അക്കിത്തൊക്കെ വേറെ രീതിയിൽ എഴുതുന്നത്. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ഞാൻ ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. ഇത് പേരറിയാത്ത ആ കർഷകൻ അറിയായിരുന്നു. ആ കർഷകൻ ഒരു കവിയായിരുന്നു. അപ്പൊ അതാണ് ഭാഷ എന്നുള്ളത്. നിങ്ങളുടെ വികാരത്തെ, നിങ്ങളുടെ ഭാവനയെ, നിങ്ങളുടെ സങ്കല്പത്തെ, നിങ്ങളുടെ പ്രത്യാശയെ ആനയിക്കാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന ഏത് ഭാഷയും ഉപയോഗിക്കാം എന്നുള്ളൊരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ. കവിതകൾ കേൾക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം കുറഞ്ഞു എന്ന് പറഞ്ഞുകൂടാ. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ കുറെ കാലം കൈരളി ടിവിയുടെ മാമ്പഴം എന്ന ഒരു റിയാലിറ്റി ഷോയിൽ സ്ഥിരം വിധികർത്താവായിരുന്നു. ഏതാണ്ട് 7 കൊല്ലത്തോളം. ഞങ്ങൾ ഏതാണ്ട് 700 എപ്പിസോഡോളം ചെയ്തിരുന്നു. വലിയ പോപ്പുലർ ഷോ ആയിരുന്നു അത്. അക്കാലത്ത് ഗന്ധർവ സംഗീതം എന്നൊക്കെ പറഞ്ഞു വന്നിരുന്ന ഒരു പോപ്പുലർ പാട്ട് ഷോയെ മറികടക്കുന്ന വിധത്തിൽ റേറ്റിംഗ് വന്ന ഒരു പ്രോഗ്രാമായിരുന്നു. കവിത കൊടുത്താൽ സ്വീകരിക്കാൻ ആളുണ്ട്. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ മാർക്കറ്റിന്റെ ഭാഗമായിട്ട് ആളുകൾ പറയാൻ
കവിത ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഈ മാർക്കറ്റ് ഇടപെടുന്നുണ്ട് എല്ലായിടത്തും. കോർപ്പറേറ്റ് മൂലധന ശക്തികൾ ഉണ്ടാക്കി വരുന്ന ഒരു പുതിയ അഭിരുചി അവർ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ്. സീരിയല് കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഈ പറയുന്ന ഗോഷ്ഠികളാണ് കാണാൻ ഇഷ്ടം. ആര് പറഞ്ഞു? നിങ്ങളിപ്പോ എന്നെ വിളിച്ച് ലൈബ്രറി ടൈമിലല്ലേ ഇരുത്തിയത്? ഞാനൊരു പോപ്പുലർ ആയിട്ട് ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഷോയുടെ ആളല്ലല്ലോ. പക്ഷേ ഈ മാമ്പഴം കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റിംഗോട് കൂടി ഏതാണ്ട് ഒരു 3 സീസൺ വരെ അത് പോയി. പിന്നീട് റേറ്റിംഗ് കുറഞ്ഞു. പിന്നീട് അവർ പറഞ്ഞു അതിന് റേറ്റിംഗ് ഇല്ല എന്ന് അവർ തന്നെ നിശ്ചയിച്ചു. അങ്ങനെ നിർത്തിക്കളയാ ചെയ്തത്. നമ്മൾ നല്ലത് കൊടുക്കുക, നല്ലതെന്ന് നമുക്ക് ബോധ്യമുള്ളത് ജനതയ്ക്ക് നാളേക്ക് നിലനിൽക്കാനും ജീവിതത്തിന് അർത്ഥവും പ്രത്യാശയും നൽകാനും. ഞാൻ പറയുക, കവിത പ്രത്യാശയാണ്. നിരാശ വരുമ്പോൾ, ഹതാശ വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, തകർച്ച വരുമ്പോൾ, മാനസിക തകർച്ച വരുമ്പോൾ, മരണത്തിന് ആത്മഹത്യക്കുള്ള വാസന വരുമ്പോൾ അതിൽ നിന്നൊക്കെ വിമുക്തി കിട്ടാൻ ഒരുപക്ഷെ കവിത എന്ന് മാത്രമല്ല, കവിത തന്നെയാണ് എല്ലാ കലകളും. ഏത് കലയും കവിതയോടെടുക്കുമ്പോൾ അതിന് കൂടുതൽ അർത്ഥം ഉണ്ടാവും. അപ്പൊ ഇത്രയും ഒരു പ്രതിനിവൃത്തി എന്ന് പറയില്ലേ, ആത്മഹത്യക്ക് പോകുന്ന ഒരാൾക്ക് പണ്ടൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച മാഷ് പറയായിരുന്നു, ഉള്ളൂരിന്റെ ഒരു കവിത ഉണ്ട് പ്രേമസംഗീതത്തിൽ. പിതാവ് മാതാവ് ഉടപ്പിറന്നോർ ബാന്ധവരിഷ്ടന്മാർ പ്രേയസി മക്കൾ ഭുജിഷ്യർ തുടങ്ങി പ്രേമപരാധീനർ പരിചരണോദ്യതർ പല ജീവികൾ തൻ പരിതസ്ഥിതി മൂലം പതേ പതേ നാം പ്രമുദിതർ കാൺമു ഭവാബ്ധി ഗോഷ്പദമായി. ഇത് കേൾപ്പിച്ചാൽ ആത്മഹത്യക്ക് പോകുന്ന ആള് തിരിച്ചു വരുന്നതാണ്. ചിലപ്പോൾ ഇത് വെറുതെ കേൾപ്പിച്ചാൽ ഇപ്പൊ വെറുതെ ഇരിക്കുന്ന ആൾ പോയിട്ട് ആത്മഹത്യ ചെയ്യും. കാരണം ഇതിന്റെ അർത്ഥമൊന്നും ആർക്കും മനസ്സിലാവാത്ത വിധം സങ്കീർണമാണ്. പക്ഷെ അന്ന് ഇത് മനസ്സിലാവുന്നൊരു സമൂഹം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ അതൊന്നും കേൾപ്പിക്കണ്ട. ആത്മഹത്യക്ക് പോകുന്ന ഒരു മാനസികാവസ്ഥയുള്ള ആള് കുത്തിവെച്ച് കേൾക്കാനുള്ള സംവിധാനമൊക്കെ ഇല്ലേ, ഫോണിൽ കേൾക്കാം. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. വയലാറിന്റെ അതിമനോഹരമായ വരികളാണ്. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസ്സുകളുണ്ടോ, സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവ ഗീതമുണ്ടോ, വസുന്ധരെ കൊതി തീരും വരെ ഇവിടെ സ്നേഹിച്ചു മരിച്ചവരുണ്ടോ? ഈ ഒരു തിരിച്ചറിവ് ഒരു സെക്കൻഡ് കിട്ടിയാൽ ആത്മഹത്യ ചെയ്യാനുള്ള മാനസികാവസ്ഥ നിൽക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പൊ കവിത ഇടപെടുന്നത് അവിടേക്കാണ്. ഒരാളെ ക്രിമിനൽ അല്ലാതാക്കുന്നു, ഒരാളുടെ മാനസിക തകർച്ചയെ ഒഴിവാക്കുന്നു, ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള വാസനയെ അത് ചെറുക്കുന്നു. ഇപ്പോൾ ക്രിമിനൽ ആവാതിരിക്കാനും ആത്മഹത്യ ചെയ്യാതിരിക്കാനും സ്വന്തം മാനസികാവസ്ഥ സംരക്ഷിക്കാനും ഒക്കെയുള്ളൊരു പ്രതിനിവൃത്തിയായിട്ടെങ്കിലും കവിതയെ കാണാം. മാമ്പഴം എന്ന കവിത റിയാലിറ്റി ഷോ നമ്മളെല്ലാവരും കണ്ടു. അപ്പൊ അതിന്റെ ഓരോ എപ്പിസോഡിലും ഒരു കവിത ചൊല്ലാറുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടിയിട്ടൊരു കവിത ചൊല്ലുമെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് അച്ഛൻ എന്ന കവിതയിലേക്ക് നമുക്ക് വരാം. എന്റെ കുറെ കവിതകൾ അങ്ങനെ ആ എപ്പിസോഡിന്റെ മുമ്പിൽ വന്നിരുന്നു. അതെ. അച്ഛൻ എന്നൊരു കവിത ഉണ്ട്. അച്ഛനെ കുറിച്ച് തന്നെയാണ്. നമ്മളിപ്പോ അമ്മയെ കുറിച്ചാണ് കൂടുതൽ കവിതകൾ കണ്ടിട്ടുള്ളത്. എന്താണ് അച്ഛൻ എന്നുള്ളത് ഈ കവിതയിലൂടെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെ. അതാ അന്നത്തെ കാലത്തൊരു ജീവിതം, കഷ്ടപ്പാടൊക്കെ ഉള്ള കാലത്തെ ജീവിതത്തിൽ അച്ഛന്റെ കഷ്ടപ്പാട് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. നമ്മളെ പോറ്റാൻ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെടുന്നു. ഓണത്തലേന്ന് ഞാൻ കോടിയും കാത്തിരിക്കുന്നു. ഉത്രാടപ്പാതിര കഴിഞ്ഞു, വാണനാരും പിരിഞ്ഞുപോയി, അച്ഛനെ കാണാനില്ല. അപ്പൊ ഉത്രാടപ്പാതിരയിൽ ഈ ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞ് പാതിരയും കഴിഞ്ഞ് പുലരിവട്ടം വരുന്നതിന് തൊട്ട് മുമ്പേ ചൂട്ട് കത്തിച്ചിങ്ങനെ ആ നാട്ടുവഴിയിലൂടെ അച്ഛൻ വരുന്നു. അതൊരു ചിത്രമാണ്. നേരത്തെ ആ സ്ക്രീൻ സേവറായിട്ട് അച്ഛനെ കണ്ടതുപോലെ. അച്ഛൻ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആദ്യത്തെ പ്രേരണകളിൽ അമ്മയും അച്ഛനും ഉണ്ടല്ലോ. അമ്മയും അച്ഛനും കഴിഞ്ഞിട്ട് ഗുരു. നമ്മുടെ ദൈവങ്ങൾ ആദ്യം അമ്മയുടെ ഒരു ജാഗ്രത കുറവ് മതി, നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഉറങ്ങുമ്പോൾ ഒരു കൈയെടുത്ത് നമ്മുടെ മുഖത്ത് വെച്ചാൽ ചെറിയ പ്രായത്തിൽ മരിച്ചു പോകും. അപ്പൊ അമ്മ എത്ര ജാഗ്രതയോട് കൂടിയിട്ടാണ് ഒരു കുരുന്ന ജീവനെ, ഈ മർത്യ ശിശു കഷ്ടിച്ചൊരു തിരിച്ചറിവാവണമെങ്കിൽ എത്ര കൊല്ലം വേണം? ആട്ടുംകുട്ടി പശുക്കുട്ടിയൊക്കെ പ്രസവിച്ച ഉടനെ എഴുന്നേറ്റ് ഓടും. നമ്മൾ അത്ര ആവണമെങ്കിൽ കാലം പിടിക്കും. അതൊക്കെ ഈ അമ്മയുടെ ഒരു കരുതൽ. അച്ഛനാണ് പിന്നീട് നമുക്ക് മറ്റു പലതും തരുന്നത്. ഞാനൊരു ഗ്രാമീണനായതുകൊണ്ട് ഇത്തരം മൂല്യങ്ങളെ വല്ലാതെ കെട്ടിപ്പിടിക്കുന്ന ഒരാളാണ്. അത് ശരിയോ തെറ്റോ എന്ന് വേറെ കാര്യം. അതാണ് എന്നെ ഞാൻ ആക്കുന്നത് അച്ഛനെ കുറിച്ച്. അച്ഛൻ ആശുപത്രിയിൽ കിടന്ന കാലത്താണ്, അച്ഛൻ മരണാസന്നായി കിടന്ന സമയത്ത് അച്ഛൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് കണ്ണു തുറന്നൊരു സമയമുണ്ടായി. അത് നോക്കി ഞാൻ ഇങ്ങനെ ഈ ഡ്രിപ്പിലൂടെ ഗ്ലൂക്കോസ് എല്ലാം മരുന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് അച്ഛൻ കണ്ണു തുറന്നു. അച്ഛൻ പോയി എന്ന് തോന്നിയ നിമിഷത്തിൽ അച്ഛൻ കണ്ണു തുറന്നൊരു വികാരമാണ് കവിത. രാത്രിയാവുന്നു ജീവൻ പിടയ്ക്കുമീ നേർത്ത നൂലിഴ പൊട്ടാതിരിക്കുവാൻ കാത്തിരിപ്പു ഞാൻ ഡ്രിപ്പിലിറ്റും കാലതീർത്ഥമാകുന്നു ജന്മസഞ്ജീവനം. ഇത്ര സാവധാനം ജീവകോശത്തിലിറ്റു വീഴുന്ന ദൈവകാരുണ്യമേ, നിർത്തുവാനരുതാത്ത തുടർച്ച തൻ അർത്ഥമെന്തെന്നറിഞ്ഞവനല്ല ഞാൻ. എങ്കിലും മുളവിത്തിനെ എന്ന പോൽ
വിത്ത് വൃക്ഷത്തെയെന്ന പോൽ പിന്നെയും പുത്രനാമിവൻ ത്രാണനം ചെയ്യുകയാണച്ഛനെന്നൊരു ജൈവസത്യത്തിനെ. അച്ഛൻ ഓർമ്മ തൻ പിന്നാമ്പുറങ്ങളിൽ ഒച്ചയില്ലാതെ മെല്ലെ ചിരിച്ചുകൊണ്ടുച്ച കത്തുന്ന പാടവരമ്പിലൂടെത്തും ഏതോ കഴിഞ്ഞ കാലങ്ങളിൽ. കുട്ടിയാവുന്നു ഞാൻ കിനാക്കാറ്റത്ത് പട്ടമുണ്ടാക്കുവാൻ ചെന്ന് കൊഞ്ചുന്നു. അച്ഛനപ്പോൾ മറഞ്ഞുപോയി വിണ്ണിലെ തൃഷ്ണതൻ മോഹമായാവനങ്ങളിൽ. അച്ഛൻ ഓണത്തലേന്ന് നിലാവത്ത് കൊച്ചു പൂക്കളം തീർത്ത് ഞാൻ കാക്കവേ ഓണമാദേവർ വന്നെത്തി. പാതിരാ പാണനാരും പിരിഞ്ഞുപോയിട്ടാണ് ചൂട്ടുകറ്റ മിന്നിച്ചു വന്നെത്തുന്നു. ചീട്ടിതൻ പുതുകുപ്പായമേകുന്നു. അച്ഛനപ്പോൾ ചിരിച്ച കണ്ണീരിൽ അന്നെത്രയുത്രാടപ്പാച്ചിലിൻ നോവുകൾ. അച്ഛൻ ഓണത്തലേന്ന് നിലാവത്ത് കൊച്ചു പൂക്കളം തീർത്തു ഞാൻ കാക്കവേ ഓണമാദേവർ വന്നെത്തി. പാതിരാ പാണനാരും പിരിഞ്ഞുപോയിട്ടാണ് ചൂട്ടുകറ്റ മിന്നിച്ചു വന്നെത്തുന്നു. ചീട്ടിതൻ പുതുകുപ്പായമേകുന്നു. അച്ഛനപ്പോൾ ചിരിച്ച കണ്ണീരിൽ അന്നെത്രയുത്രാടപ്പാച്ചിലിൻ നോവുകൾ. ഓണമാകുന്നു പിന്നെയും കാലമേ നീയൊരാൾ മാത്രമിപ്പോഴും പാതാള ദൂരഭൂതങ്ങൾ താണ്ടി വന്നെത്തുന്നു. കൂടെയെത്തില്ല പൊയ്പോയൊരുറ്റവർ നേതി നേതി എന്നാത്മധർമ്മത്തിനെ തേടുമെൻ പിതൃയാന പുണ്യത്തിലും ഏത് പുന്നാമമാം നരകങ്ങളിൽ കാലപാശം അറുക്കുന്നു മൂഷികർ. അച്ഛനപ്പോൾ മിഴികൾ തുറക്കുന്നു. സ്വച്ഛമായൊന്ന് മെല്ലെ ചിരിക്കുന്നു. ആശുപത്രിയിൽ നേരം പുലർന്നുവെന്ന് ആത്മശുദ്ധിതൻ വെൺപിറാവെത്തുന്നു. അതുപോലെ തന്നെ ഇനി എനിക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞൊരാശയാണ്. ആരുമില്ലെന്ന് തോന്നുമ്പോൾ ആത്മഹത്യ, അങ്ങനെ ഒരു മാനസികാവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? ഇനി എനിക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ അരനിമേഷം ഈ മണ്ണിനെ നോക്കുക. നിറവെളിച്ചമായി കൈനീട്ടി നിൽപ്പുണ്ട് പ്രണയകോടികൾ ജീവസഹോദരർ. വഴിയിറമ്പിലെ പുല്ലുകൾ, പൂവുകൾ, പുഴയിലായിരം നക്ഷത്രമീനുകൾ, ഋതുലയം ചേർത്ത് പാടുന്ന പക്ഷികൾ, നിബിഡ കാനനം നീളെ പൂമ്പാറ്റകൾ. കടലിലുണ്ട് നാം കാണാത്തൊരായിരം ഹൃദയകോടികൾ ജീവസഹോദരർ. ഉടയ ദൈവത്തിനെണ്ണയും കൊണ്ടിതാ പുഴുവൊരാൾ സ്നേഹയാത്ര തിരിക്കുന്നു. ഇനി നമുക്കാരു വേണം? ഈ ഭൂമിയിൽ നിറയെ ജീവന്റെ ബന്ധുക്കളല്ലയോ? പിരിയുവാൻ കഴിഞ്ഞിടുമോ ജീവനിൽ നിറയും ആത്മരാഗത്തിൻ്റെ നോവുകൾ? മമതയോടെ വിളിക്കുമ്പോഴാകുന്നു ചുഴലവും വിളി കേൾക്കുന്നു ജീവിതം. നരകലോകം വെടിഞ്ഞിരിക്കുന്നു നാം മരണമറ്റൊരീ മണ്ണിൻ്റെ ലൗകികം. ഈ എണ്ണക്കാരൻ പുഴു എന്നൊരു പുഴുണ്ട്, നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. നാട്ടിൻപുറത്തുണ്ടായിരുന്ന ചെറിയ പുഴുവാണ്. അപ്പം ഞാൻ കുട്ടിക്കാലത്ത് ഈ പുഴുവിനെയൊക്കെ വലിയ വികൃതിയായിരുന്നു. കുത്തി വേദനിപ്പിക്കാൻ കൊല്ലാനും വേണ്ടി കല്ലായിട്ട് ഓടുമ്പോൾ എൻ്റെ മുത്തശ്ശി വന്നിട്ട് പറയാം, അയ്യോ ഉണ്ണി അതിനൊന്നും ചെയ്യരുത്, അത് എണ്ണക്കാരൻ പുഴുവാണ്, ഗുരുവായൂരപ്പനെ എണ്ണയും കൊണ്ട് പോവുകയാണ്. അപ്പം ആ പുഴുവിൻ്റെ ഡ്യൂട്ടി ആയിട്ട് മുത്തശ്ശി കണക്കാക്കുന്നത് ഗുരുവായൂരപ്പനെ എണ്ണ കൊണ്ടുപോവുകയാണ്. അപ്പം ഒരു ജീവിക്ക് ദൈവസങ്കല്പത്തിലൊരിടമുണ്ട്, ദൈവരാജ്യത്തിലൊരിടമുണ്ട്. അത് നമ്മുടെ പഴയ നാട്ടുസങ്കല്പം. അപ്പോൾ ഒരു ജീവിയെയും വേദനിപ്പിക്കാതിരിക്കുക, അവനും നമ്മുടെ ബന്ധുവാണ്. ആ പുഴു ഉണ്ടായാൽ മതി. ചിലപ്പോൾ ഒറ്റപ്പെട്ട സമയത്ത് ഒരു ചെലന്തിയെ കണ്ടാൽ നമുക്ക് മനസ്സമാധാനമാവും. ഒറ്റപ്പെട്ട സ്ഥലത്ത് പെട്ടുപോയി ആരുമില്ല. ഒരു ചെറിയ ജീവിയെ കണ്ടാൽ നമുക്ക് ആ ജീവി ഒരു ജീവനുള്ളതാണ്, ഒരു ബന്ധുവാണ്, കൂട്ടുകാരനാണെന്ന് തോന്നും. അതേസമയം അവസാനത്തെ ജീവിയെയും വാക്വം ക്ലീനർ ഉപയോഗിച്ച് വലിച്ചു പുറത്താക്കിയിട്ട് മനുഷ്യനെന്ന ജീവി മാത്രം ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവന് പെട്ടെന്ന് മാനസിക തകർച്ച വരും. അവന് പല വാസനകളും വരും. ഞാനിതിൻ്റെയൊക്കെ നമ്മൾ പറയുന്നത് ഇതൊക്കെ കവിതയുടെ പിന്നിലുള്ളൊരു ചേതോവികാരാണ്. ഈ കാഥികനായതിനെ കുറിച്ചുള്ള ഒരു കഥയിലേക്ക് വരികയാണെങ്കിൽ,
അതും ജീവിതം എനിക്ക് തന്നൊരു വേഷമാണ്. ഞാൻ SSLC കഴിഞ്ഞ് തുടർന്ന് പഠിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലാതെ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിച്ച് ഇങ്ങനെ തെറ്റിതിരിഞ്ഞ് നടക്കുന്ന കാലം. അപ്പൊ അതിനു മുമ്പ് തന്നെ കലാസമിതി പ്രവർത്തനങ്ങളുണ്ട്. ഞങ്ങൾ കലാസമിതി രൂപീകരിച്ച് സത്യൻ സ്മാരക കലാകേന്ദ്രം അതിന്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പൊ ഞങ്ങൾ നാടകം അവതരിപ്പിക്കും. അക്കാലത്തൊക്കെ ധാരാളം നാടകങ്ങളിൽ പെൺവേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. പെണ്ണായിട്ട് അന്ന് പെണ്ണുങ്ങളെ കിട്ടില്ല. കുറെ കൊല്ലം മുമ്പത്തെ കാര്യമാണ്. ഇത് 60-70കളുടെ തുടക്കത്തിലാണ്. അപ്പൊ സ്ത്രീവേഷം അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ കലാസമിതി നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൽ ഞാൻ കഥാപ്രസംഗവും നടത്തിയിട്ടുണ്ട്. ഇത് രതീഷ് പറഞ്ഞതുപോലെ എന്തും ചെയ്യും. ഒരു അന്തല്ലായ്മ ആ കാലത്തുണ്ട്. ഒരാളാവാനുള്ള ആഗ്രഹം കൊണ്ടാവാം, എനിക്കെന്തോ ഞാനായിട്ട് ഇവിടെ ഒരു അടയാളം ഉണ്ടാക്കണമെന്ന ആഗ്രഹം കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇതൊക്കെ ചെയ്തത്. ഏതായിരുന്നാലും അതിന്റെ ഫലമായിട്ടുണ്ടായതെന്ന് വെച്ചാൽ നാട്ടിലെ ഉത്സവം മുടങ്ങിക്കിടക്കുക അമ്പലത്തിൽ. അവിടെ ഉത്സവം തുടങ്ങാൻ കലാസമിതിക്കാർ മുന്നിട്ടിറങ്ങി. അപ്പൊ അവിടെ ഒരു നാടകം വേണം എന്ന് പറഞ്ഞു. അപ്പൊ നാടകം വേണ്ട, കഥാപ്രസംഗമാണ് നല്ലത്. അന്നത്തെ ജനകീയ കല കഥാപ്രസംഗമാണ്. അപ്പൊ ആരാ കഥാപ്രസംഗം പറയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ കഥ പറഞ്ഞിട്ടല്ലോ, ലീലാകൃഷ്ണൻ പറയട്ടെ എന്ന് മുതിർന്നവർ പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെയാണ് NP ചെല്ലപ്പൻ നായരുടെ ഒരു കഥയെടുത്ത് കഥാപ്രസംഗ രൂപത്തിലാക്കി പാട്ട് എഴുതി ഞാൻ തന്നെ ട്യൂൺ കൊടുത്ത് അന്ന് അവിടെ വേദി അവതരിപ്പിച്ചു. 1 മണിക്കൂർ 1.5 മണിക്കൂർ. അത് കണ്ട് നാട്ടുകാർ ആദ്യമായിട്ട് കഥാപ്രസംഗം കേൾക്കുക. എന്റെ പ്രദേശത്തെ ആ ഗ്രാമത്തിൽ വലിയ സന്തോഷത്തോടെ ആളുകൾ സ്റ്റേജിൽ കൊണ്ടുവന്ന് പൈസയൊക്കെ തന്നു. കുറെ പൈസ പിരിച്ചു കിട്ടി. അപ്പൊ അന്ന് കോളേജിൽ തരാൻ 110 ഉറുപ്പിക ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയ പൈസ കൊണ്ട് ഞാൻ കോളേജിൽ തരും. അത് തികയില്ല. അപ്പൊ പോരാത്ത പൈസ ആളിൽ തന്നെ തന്നു. അങ്ങനെയാണ് ഞാൻ പോയി കോളേജിൽ ചേർന്നത്. പിന്നെ എന്ത് പറ്റിയെന്നുണ്ടെങ്കിൽ ഈ കഥാപ്രസംഗം കേട്ട് വേറൊരു സ്ഥലത്തേക്ക് കഥാപ്രസംഗം ബുക്ക് ചെയ്തു. അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് ബുക്ക് ചെയ്തു. അങ്ങനെ കോളേജിൽ ചേർന്നപ്പോഴേക്കും ഞാനൊരു പ്രൊഫഷണൽ കാഥികനായിട്ട് അറിയാതെ മാറിയതാ. അപ്പൊ അവിടെ ഒരു കലാസമിതി ഉണ്ട്, അമ്പിളി കലാസമിതി. അവിടുത്തെ കലാകാരന്മാര് ഓർക്കസ്ട്രയ്ക്ക് ഒരു വലിയ കലാകാരന്മാരൊന്നുമല്ല. അങ്ങനെ അവരുമായിട്ട് ഞാൻ ഈ കഥാപ്രസംഗ യാത്ര 15-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്. ഏതാണ്ട് പഠിപ്പ് കഴിയുന്നവരെ പഠിക്കാനുള്ള പണത്തിന് വേണ്ടിയിട്ട് കഥ പറയേണ്ടി വന്നു. അതൊന്നൊരു വിഹിതം വീടിനും പ്രയോജനപ്പെട്ടു. കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയപ്പോഴും എന്റെ കൂടെ ഒരു ഓർക്കസ്ട്ര ടീമുണ്ട്. അവരെവിടെയെങ്കിലും ഒന്ന് പുനരധിവസിപ്പിക്കാതെ എനിക്ക് കഥാപ്രസംഗം നടത്താൻ പറ്റില്ല. അങ്ങനെ ജോലി കിട്ടിയിട്ട് ഒരു 4 കൊല്ലം കൂടെ കഥാപ്രസംഗം കൊണ്ടു നടന്നു. 1000-ഓളം വേദികൾ കഥ പറഞ്ഞു. അങ്ങനെ ഞാൻ അറിയാതെ കഥാപ്രസംഗകനായി പോയതാണ്. എനിക്കിതിൽ പരിശീലനമൊന്നുമില്ല, ആരും പഠിപ്പിച്ചിട്ടില്ല, സ്വയം കണ്ടെത്തിയൊരു വഴിയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ സാംബശിവനായിട്ട് കടുപ്പുണ്ടായിരുന്നു. കഥാപ്രസംഗക്ക് ഒരു കലാസംഘടനയായിരുന്നു, പുരോഗമന കഥാപ്രസംഗ കലാസംഘടന. അതിന്റെ വാർഷികത്തിന് കൂർക്കഞ്ചേരി വെച്ച് ഞാൻ സാംബശിവനെ പരിചയപ്പെട്ടു. എന്റെ അവിടുത്തെ പ്രസംഗം കേട്ട് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. ഇത്രയും ചെറുപ്പത്തിലുള്ള ആൾ കഥാപ്രസംഗ രംഗത്ത് ഇങ്ങനെ കാഴ്ചപ്പാടോടി വന്നല്ലോ, നന്നായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിന്റെ സംഘടനയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അദ്ദേഹം ഓപ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ കഥ നിർത്തുന്ന ഘട്ടം പല സ്ഥലത്തും അദ്ദേഹം തന്നെ വിളിച്ച് എന്നെ കഥ പറയിപ്പിച്ചു. നോത്രദാമിലെ കൂരാൻ കഥാപ്രസംഗം ആക്കണം എന്ന് അദ്ദേഹമാണ് എന്നോട് ആവശ്യപ്പെട്ടത്. കൊടുങ്ങല്ലൂർ എന്റെ കഥ കേട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. ഞാൻ കഥാപ്രസംഗം നിർത്തുകയാണെന്ന് പറഞ്ഞൊരു കത്തെഴുതി. അപ്പോൾ അദ്ദേഹം എനിക്കൊരു കഥ അയച്ചിരുന്നു, നിർത്തരുത്, കഥാപ്രസംഗം സാഹിത്യത്തിനും സാഹിത്യം കഥാപ്രസംഗത്തിനും പ്രയോജനപ്പെടുന്ന വിധത്തിൽ കൊണ്ടുനടക്കാൻ താങ്കൾക്ക് സാധിക്കും. പക്ഷെ ആ വാക്കൊന്നും പാലിക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ അത് നിർത്തി. ഞാനിപ്പോഴും കഥാപ്രസംഗ കലയെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ഒരു കഥ പറഞ്ഞു പോകുമ്പോൾ പാട്ടുകൂടിയൊക്കെ അതിന്റെ കൂടെ ചേർത്തിട്ടാണല്ലോ. അതെ. ഏതെങ്കിലും ഒരു ചെറിയത് ഓർമ്മയുണ്ടെങ്കിലൊന്ന്. കുറെ പാട്ടുകളുണ്ട്. ഈ പഴശ്ശി രാജാവിന്റെ ചരിത്രം ഞാൻ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചിരുന്നു. അതിലൊരു സിറ്റുവേഷൻ ഉണ്ട്. ഈ പഴശ്ശി തമ്പുരാൻ തന്റെ കൂട്ടുകാരനായ കൈതേരി അമ്പുവിനെ കാണാൻ കൈതേരി കോലത്തേക്ക് വരികയാണ്. അപ്പോൾ പുരളിക്കാടുകളിൽ നിന്ന് വെളുത്ത കുതിരപ്പുറത്ത് ഇങ്ങനെ വരുമ്പോൾ പാൽനിലാവിന്റെ പുഴ പോലെ ഒരു അന്തരീക്ഷമാണ്. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അകത്തുനിന്നൊരു പാട്ട് കേൾക്കാം. കൈതേരി അമ്പുവിന്റെ സഹോദരി കൈതേരി മാക്കം ആരെയോ ഒരു സങ്കല്പത്തിലെ കാമുകനെ ഓർത്ത് ഇങ്ങനെ മുടി അഴിച്ചിട്ട് ആട്ടുകെട്ടിൽ ആടി പാടുകയാണ്. അപ്പൊ തമ്പുരാൻ ഈ പാട്ടും കേൾക്കാം, അവളുടെ മുടിയിൽ നിന്ന് ഊർന്നു വരുന്നൊരു സുഗന്ധം അനുഭവിക്കാം. ആ നിലാവിൽ അങ്ങനെ തമ്പുരാൻ നിൽക്കും. അപ്പൊ കേൾക്കുന്ന പാട്ടായിട്ട് ഞങ്ങളൊരു പാട്ട് ഞാൻ തന്നെ എഴുതിയതാണ്. കൈനാറി മണമുള്ള കാറ്റോ കൈതേരി കാട്ടിലെ കിളിയോ, കൈനാറി മണമുള്ള കാറ്റോ കൈതേരി കാട്ടിലെ കിളിയോ, കളി പറഞ്ഞു നിന്റെ കാമദേവൻ ഈ വഴിത്തേരിൽ വരും, നിന്നെ കാണാൻ വരും. ഒരു പ്രണയാരംഭത്തിന്റെ സിറ്റുവേഷനാണ്. വല്ലാത്തൊരു അത്ഭുതം. ഇത് 83-84 കാലത്ത് ആണ് ഞങ്ങൾ ചെയ്തത്. വളരെ കാലത്തിന് ശേഷം MT വാസുദേവൻ നായർ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത് പഴശ്ശിരാജയുടെ സിനിമ വന്നു. അതിൽ ഇതിന് സമാനമായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അതിലിങ്ങനെ തന്നെ തമ്പുരാൻ വരുന്ന സമയത്തൊരു പാട്ട് ONV എഴുതി ഇളയരാജ ഇടം പകർത്തൊരു പാട്ടുണ്ട്. വളരെ യാദൃശ്ചികമായിട്ട് ഇതിന്റെ പാട്ടിനൊരു സാമ്യമുള്ള പോലെ തോന്നുന്നു. കുന്നത്തെ കൊന്നയ്ക്കും പൊന്മോതിരം ഇന്നേതോ തമ്പുരാൻ തന്നേ പോയോ, ഏതാണ്ടൊരു രാഗം അത്. കൈനാറി മണമുള്ള കാറ്റോ. ഈ പ്രകൃതിയോട് ബന്ധപ്പെടുത്തിയിട്ടൊരു പ്രണയസങ്കല്പം ONV എന്നോട് ചോദിച്ച് സങ്കല്പിക്കുന്നതല്ല, ഞാൻ ONVയോട് ചോദിച്ചിട്ടല്ല അക്കാലത്ത് സങ്കല്പിച്ചത്. അപ്പൊ കലയ്ക്കകത്ത് ഇങ്ങനെ ചില സാധർമ്മ്യങ്ങൾ സംഭവിക്കുന്നത് ഇപ്പോഴും ഓർക്കാറുണ്ട്. സിറ്റുവേഷൻസ് ഒരുപാടുണ്ട്. ഇപ്പൊ അത് പറഞ്ഞാൽ തീരില്ല. നമ്മൾ എഴുത്തുകളെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ കവിത എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് പാട്ടെഴുത്തിലേക്ക് വരാം.
പാട്ടെഴുത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു പാട്ടിലേക്ക് തന്നെ വരാം. സലാല മൊബൈൽസിൽ അതിൽ റസൂലല്ല എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള പാട്ട്, ഈ ഒരു പാട്ട് വന്ന വഴിയെക്കുറിച്ച്. അതും യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നത്. അതിന്റെ സംവിധായകൻ ഒരു ക്ലാസിക്കൽ കവാലിയെ കുറിച്ചൊക്കെ അറിയുന്ന ഒരാളാണ്, ഞാൻ ഒരു ധാരണയുള്ള ആളാണ് അദ്ദേഹം. ഞാൻ ഇതിലെ കുറെ ഹിന്ദുസ്ഥാനി സംഗീതത്തെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ക്ലാസിക്കൽ കവാലിയുടെ സ്വഭാവമുള്ള ഒരു കവാലി വേണം. അപ്പൊ അതിൽ ഒരു സൂഫി ലിറിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ആ സിറ്റുവേഷന് പ്രണയവും ഭക്തിയും ചേർന്നതാണ് കവാലികളുടെ ഒരു സംസ്കാരം. അങ്ങനെ എഴുതിയതാണ് അത്. പക്ഷെ ഗോപി സുന്ദറിന്റെ ഈണത്തിന് പാകത്തിന് എഴുതിയതാണ്. അപ്പൊ അതിന്റെ പരിമിതിയൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും ആ അന്തരീക്ഷത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ക്ലാസിക്കൽ കവാലിയുടെ സ്വഭാവം. അത് മനോഹരമായിട്ട് ഗോപി സുന്ദർ പാടി അതിമനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് ആളുകൾ കേട്ടിട്ടുണ്ട്. ഈ കാലം മാറിയ കാലത്തെ അഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പഴയ ആളാണെങ്കിലും പുതിയ ആളാവാൻ ശ്രമിക്കണമല്ലോ. അങ്ങനെ ശ്രമിച്ചതാ. ടൂണിട്ട് എഴുതി കൊടുത്ത കുറച്ച് പാട്ടുകൾ ഗോപി സുന്ദറിന്റെ കൂടി ചെയ്തിട്ടുണ്ട്. അതിന് നേരത്തെ രതീഷ് വേഗയ്ക്ക് വേണ്ടി ആ പാട്ടുകൾ എനിക്കിഷ്ടം. ഒറീസയിൽ ജന്മാന്തരങ്ങളിൽ നിന്നൊരു പാട്ടുണ്ട്, പറയുമോ മലരിതളെ. കുറച്ച് പടത്തിലേ ഞാൻ എഴുതിയിട്ടുള്ളൂ, 10 പടത്തിലോ മറ്റോ എഴുതിയിട്ടുള്ളൂ, 10-11 പടത്തിൽ. പക്ഷെ പാട്ട് എഴുതാൻ നിയോഗം ഇങ്ങോട്ട് വന്നതാ, ഞാൻ ആവശ്യപ്പെട്ടിട്ട് അങ്ങോട്ട് പോയതല്ല. എന്റെ നാട്ടുകാരൻ ചട്ടിക്കൽ മാധവൻ എന്നൊരാളായിരുന്നു ഈ ഒറീസ നിർമ്മിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകൻ ഒരു നാടക ട്രൂപ്പ് നടത്തിയിരുന്നു. ആ ട്രൂപ്പിലെ സ്ഥിരം പാട്ടെഴുത്തുകാരനാണ് ഞാൻ. അപ്പൊ മാധവേട്ടൻ എന്നെ അറിയുന്നത് കഥാപ്രസംഗക്കാരൻ പാട്ടെഴുത്തുകാരൻ എന്നല്ല. മാധവേട്ടൻ ഒരു ആഗ്രഹം, താൻ എടുക്കുന്ന സിനിമയിൽ ആലങ്കോട് പാട്ടെഴുതണം. അങ്ങനെയാണ് ഞാൻ പത്മകുമാറിന്റെ ആ പടത്തിൽ പാട്ടെഴുതാൻ പോയത്. അതിനുമുമ്പ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് സിനിമയായിട്ട് എനിക്ക് ബന്ധപ്പെട്ടായിരുന്നു. അതെ, തിളക്കം എന്ന് പറഞ്ഞ സിനിമയില്. അതെ 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 തിളക്കം എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിന് തമാശയുണ്ട്. ആദ്യ ചിത്രം അത് തന്നെയായിരുന്നു. അതും ഇതുപോലെ യാദൃശ്ചികം സംഭവിച്ച ജയരാജ് എന്റെ സുഹൃത്താണ്. ജയരാജ് കല്യാണം കഴിച്ചിട്ടുള്ളത് എന്റെ സുഹൃത്തിന്റെ മകളെയൊക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമയിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു എന്റെ സുഹൃത്ത് കണ്ണൻ സുരേഷ്. അപ്പൊ ആലങ്കോട് സിനിമ എഴുതുവോ എന്നിങ്ങനെ ചോദിച്ചു. നമുക്ക് MT ടൈപ്പ് ഒരു കഥ ഒരു നർമ്മത്തിൽ ചാലിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ആലങ്കോട്. ചിരിയുണ്ടല്ലോ, ഒന്ന് സമീപിക്കാൻ പറ്റുമെന്ന് ചോദിച്ച് കണ്ണൻ പറഞ്ഞിട്ടാണ് ജയരാജുമായിട്ട് ബന്ധപ്പെടാൻ ഇടവന്നത്. അത് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാ. അങ്ങനെ ഞങ്ങളൊരു ചിരിയുള്ള കുടുംബകഥ, ഒരു നാട്ടുകഥ ഉണ്ടാക്കി. അപ്പൊ അതിൽ പിന്നീട് കുറച്ച് ഇടപെടലൊക്കെ വന്നു. കാരണം ദിലീപ് അതിൽ നായകനായപ്പോൾ ദിലീപിന്റെ സിനിമയിൽ നിന്ന് ആളുകൾ ആഗ്രഹിക്കുന്ന കോമഡി കുറച്ച് റീപാക്ക് ചെയ്യാൻ വേണ്ടി റാഫി മക്കാട്ടിന്റെ സഹായം തേടി പൂർണ്ണരൂപത്തിൽ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റാണത്. അതിൽ ചെറിയ മാറ്റങ്ങളോടുകൂടിയാണ് ഇന്ന് കാണുന്ന സിനിമ. അപ്പൊ അതൊരു ശ്രമമായിരുന്നു. കാരണം ഞാൻ സിനിമയൊക്കെ ആസ്വദിക്കുന്ന ആളാണ്, കഥാപ്രസംഗം ചെയ്ത ആളല്ലേ. അപ്പൊ ജനങ്ങളുടെ പൾസ് അറിഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷെ എന്റെ ഒരു ആഗ്രഹമായിരുന്നില്ല, ഞാനതിനു വേണ്ടി ശ്രമിച്ചതുണ്ടായിരുന്നില്ല. വന്നപ്പോൾ ചെയ്തു. പിന്നീട് അങ്ങനത്തെ സിനിമ ചെയ്യാൻ ഏകാന്തം അതാണ്. പിന്നീട് അങ്ങനത്തെ സിനിമ ചെയ്യാൻ വീണ്ടും ആളുകൾ വിളിച്ചപ്പോൾ അപ്പോൾ എനിക്കൊരു സാംസ്കാരികമായിട്ട് ആളുകൾ എന്നെ കുറിച്ചൊരു ധാരണയായിരുന്നു. ആലങ്കോട് ഈ മുണ്ടഴിക്കുന്ന സിനിമയാണോ എടുത്തതെന്നൊക്കെ പലരും ആക്ഷേപം. അപ്പൊ ഒരു ഖേദമായി. ഇപ്പൊ എനിക്ക് നല്ല സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം നിൽക്കുമ്പോൾ തന്നെ ഈ കണ്ണൻ സൂരജ് ആണ് മധു കൈതപ്രം ജയരാജന്റെ ശിഷ്യന എന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ഞാനൊരു കണ്ടീഷൻ വെച്ചു, ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതരും. ആ സ്ക്രിപ്റ്റ് പിന്നീട് മാറ്റാൻ പാടില്ല. തുടക്കത്തിലെ പോലെ ദുർവാശി പിടിക്കാൻ കാരണം എനിക്ക് നിർബന്ധമൊന്നുമില്ല നിൽക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ്. നിങ്ങളതിന്റെ പുസ്തകം കിട്ടും. ആ പുസ്തകം, ആ സ്ക്രിപ്റ്റ് പുസ്തകവും സിനിമയും കണ്ടാൽ ഒരു മാറ്റം വരുത്താത്ത മധു ചെയ്തത്. മധു പറഞ്ഞൊരു ത്രെഡിനാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയത്. അതെനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും നല്ലത് തിലക്കത്തെക്കാളേറെ ഏകാന്തം തന്നെയാണ്. തിലകനും മുരളിയും മത്സരിച്ച് അഭിനയിച്ചൊരു സിനിമയാണ്. തിലകൻ ഏറ്റവും നല്ല നടനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ആ സിനിമയ്ക്കായിരുന്നു. അതുപോലെ നേരത്തെ പാട്ടിന്റെ കാര്യം പറഞ്ഞു, ഗോപി സുന്ദർ മ്യൂസിക് ചെയ്തിട്ട് തരുമായിരുന്നു. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ, മ്യൂസിക് ചെയ്തിട്ട് ലിറിക്സ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും ഒരു കാലമുണ്ട്, ഇപ്പോൾ വയലാറിന്റെയും യൂസഫ് അലി കേച്ചേരിയുടെയും ആ ഒരു സമയത്ത് അവരെഴുതിയിരുന്ന വരികൾക്കാണ് പിന്നീട് സംഗീതം നൽകിയത്. അപ്പൊ അതായിരുന്നു നല്ലത്. ഇപ്പോഴും ആ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു മാധുര്യം തോന്നുന്നത് അന്ന് വരികൾ ആദ്യം എഴുതിയിരുന്നതുകൊണ്ടാണ്. അതൊരു ശരിയാണ് രതീഷ് പറഞ്ഞൊരു കാര്യം. എന്ന് വെച്ചാൽ ഒന്നാമത് കവിത നമ്മൾ സിറ്റുവേഷൻസ് എഴുത്തുകാരന് പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം കൺസീവ് ചെയ്യുന്ന ഒരു കവിത ആ സിറ്റുവേഷനോടും കഥാഗതിയോടും ചേർന്ന് എഴുത്തുകാരന്റെ ഭാവനാസിദ്ധി കൂടി ചേർന്ന് വരുന്നതാണ്. അപ്പൊ അവിടെ ആദ്യകാലത്തൊക്കെ വയലാറും ഭാസ്കരനും ONVയും സുകുമാരൻ തമ്പി, യൂസഫ് അലി കേച്ചേരി വരെയുള്ളവരൊക്കെ അത്ര ഡീപ്പായിട്ട് ഈ സിറ്റുവേഷൻ പഠിച്ചിട്ടാണ് എഴുതുക. ഒന്നാം തരം കവിതകളാണ്, ഗാനങ്ങൾ എന്ന് പറഞ്ഞുകൂടാ, ഒന്നാം തരം കവിതകൾ. അപ്പൊ ആ കവിതകൾക്കകത്തൊരു ഇൻഹറന്റ് മ്യൂസിക് ഉണ്ടാവും. അപ്പൊ ദേവരാജൻ മാഷെ പോലെയും MS ബാബുരാജനെ പോലെയും ദക്ഷിണാമൂർത്തി സ്വാമിയെ പോലെയും കെ രാഘവനെ പോലെയും അർജുനൻ മാഷും വിദ്യാധരൻ മാഷും വരെയുള്ള ആ കാലത്തെ സംഗീതജ്ഞർ കവിതയെ ഉൾക്കൊണ്ടിട്ടാണ് അതിൽ നിന്നൊരു സംഗീതം ഉണ്ടാക്കുന്നത്. അപ്പൊ രണ്ട് സർഗപ്രക്രിയ ഒരുമിച്ച് നടക്കും. മറ്റെന്താ വെച്ചാൽ എഴുത്തുകാരൻ അതിന് പരിമിതി വരും. സംഗീത സംവിധായകൻ ഒരു സംഗീതം, ഒരു ഈണം ഉണ്ടാക്കി, ആ ഈണത്തിന്റെ ഭാഗത്തിലും ആവണം, സിറ്റുവേഷന്റെ ഭാഗത്തിലും ആവണം, അല്ലെ? കഥയുടെ സിറ്റുവേഷനും വേണം, ഈണവും. ഈ 2-3 വെല്ലുവിളികൾക്ക് ഭാഗത്തിൽ കൃത്രിമമായിട്ട് വാക്കുകൾ നിറയ്ക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. മറ്റത് അങ്ങനെയല്ല, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി സിറ്റുവേഷനെ മാത്രം മനസ്സിൽ കണ്ടിട്ടാണ് നല്ല കവികളായിരുന്ന ഗാനരചയിതാക്കൾ എഴുതുന്നത്. ആ കവിത അറിയുന്ന ആളായിരുന്നു. ദേവരാജൻ മാഷൊക്കെ ഒന്നാന്തരം കാവ്യാസ്വാദകനായിരുന്നു. കവിത അതിസൂക്ഷ്മമായിട്ട് മനസ്സിലാവുന്ന ആളാണ്. അപ്പൊ നമുക്ക് ഇന്ന് ആലോചിച്ച് നോക്കൂ, 60-50 കൊല്ലം മുമ്പുണ്ടായ പാട്ടുകൾ എത്രയോ കാലം കഴിച്ചിട്ട് ബാക്കി നിൽക്കുകയാണ്. അതേസമയം ഇന്നുണ്ടാക്കിയ പാട്ടുകൾ എന്താ വെച്ചാൽ വളരെ പോപ്പുലറായി. അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ പക്ഷേ 10 ദിവസം കൊണ്ട് കേൾക്കും. 10 ദിവസം കൊണ്ട് ഈ പാട്ട് ഇത്ര കാലം കേട്ടതിനേക്കാൾ കൂടുതൽ ആൾ കേൾക്കും. പിന്നീട് അത് നിലനിൽക്കില്ല. അതൊരു മനോഭാവത്തിന്റെ പ്രശ്നം. ഈ മാർക്കറ്റ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, മാർക്കറ്റിന്റെ കലാതന്ത്രം എന്താ വെച്ചാൽ മാക്സിമം വിറ്റ് മുതലാക്കുക എന്നുള്ളത്. എന്നിട്ട് പിന്നെ നിലനിൽക്കണമെന്നില്ല, മാർക്കറ്റിന് നിലനിൽക്കണമെന്നില്ല, വാങ്ങാ കുടിക്കുക പുറത്തേക്ക് എറിയാം, അത്തരത്തിലുള്ള സംഗതിയുള്ളൂ. അത് വിറ്റ്
വിറ്റ് ലാഭം ഉണ്ടാക്കുക. അതേസമയം അന്ന് കമ്പോസ് ചെയ്തിരുന്ന ആളുകളോ പാട്ട് എഴുതിയിരുന്നവരോ വലിയ ലാഭം നേടിയവരല്ല. കാരണം ബാബുരാജൊക്കെ ഇത്ര മനോഹരമായ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിട്ട് അവസാനം പട്ടിണി, ദാരിദ്ര്യം, കഷ്ടപ്പാട്, മദ്രാസിൽ മരിക്കുമ്പോൾ ശവശരീരം കൊണ്ടുവരാൻ പോലും നയാ പൈസ കയ്യിലില്ല. ഇത്ര മനോഹരമായ പാട്ടുകൾ ഇന്ന് പണയം വെച്ചാൽ കോടികൾ കിട്ടുന്ന പാട്ടുകളാണ്. ആ കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാൻ വന്ന പാമരനായ പാട്ടുകാരൻ സ്വന്തം വില പറയാതെ ജീവിതം ഹോമിച്ചുണ്ടാക്കിയ പാട്ടുകൾ പാടിയിട്ട് റിയാലിറ്റി ഷോകളിൽ 4-5 കോടിയുടെ വീട്, ഫ്ളാറ്റ് സ്വന്തമാക്കുന്ന കുട്ടികളുണ്ട്. അവർക്കറിയില്ലല്ലോ ഈ മനുഷ്യനെ എത്രയോ സങ്കടപ്പെട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അവരുടെ ജീവിതം തന്നെയാണ് സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ പാട്ടുകൾ എത്ര കാലം കഴിഞ്ഞാലും ജീവിക്കുന്നത്. ഒരു ലൈഫുണ്ട്. ഇപ്പോഴും നമുക്ക് മലയാളത്തിന്റെ ഏറ്റവും മനോഹരമായ ഗസൽ എന്ന് ഞാൻ പറയാറുള്ളത്, പിന്നീട് ഗസലൊക്കെ ONVയും യൂസഫ് അലി കച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഗസലാണെന്ന് അറിയാതെ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പാട്ടാണ് ഭാസ്കരന്റെ MS ബാബുരാജ് ചിട്ടപ്പെടുത്തിയ പൊന്തി വരും സങ്കൽപ്പത്തിൻ പൊന്നശോക മലർവനിയിൽ ചന്തമെഴും ചന്ദ്രികത്തൻ ചന്ദന മണിമന്ദിരത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ എന്നും എന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ പ്രാണസഖി? ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീഥികളിൽ വേണൂതും ആട്ടിടയൻ, പ്രാണസഖി അതുണ്ടാക്കുന്ന അന്തരീക്ഷം നോക്കൂ. അതിന്റെ വരികൾ, ആ വരികളെ വിടർത്തിയിട്ട് അതിന്റെ സൗന്ദര്യം ഇങ്ങനെ ഇഴ കാണിച്ച് ഇങ്ങനെ തരുന്ന ഒരു ഗസൽ സ്റ്റൈൽ. ഗസലാന്ന് പറയാതെ എത്രയോ കാലം മുമ്പ് സിനിമ പാട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു MS ബാബുരാജ്. ആ MS ബാബുരാജിനെ ആരോർക്കുന്നു ഇപ്പോൾ? കോഴിക്കോട്ടങ്ങാടിയിൽ ജീവിക്കാൻ വേണ്ടി പാടി നടന്ന ഒരു കുട്ടിയായിരുന്നു മുഹമ്മദ് സാബിർ ബാബു. ആ കുട്ടിയെ കണ്ടെത്തുന്നത് ഒരു പോലീസ് കോൺസ്റ്റബിൾ കുഞ്ഞു മുഹമ്മദാണ്. അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടാണ് പഞ്ചായത്ത് മാളികകളിൽ കച്ചേരി പിടിച്ചു കൊടുത്ത് അവനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഗിൽറ്റ് പൂമാലകൾ ചാർത്തിച്ചു കൊണ്ടുവന്ന ആ മുഹമ്മദ് സാബിർ ബാബുവാണ് MS ബാബുരാജ് ആയത്. തെരുവിൽ നിന്ന് വന്ന ആളാണ്. അവസാനം ഒന്നും നേടിയില്ല. താൻ വന്ന ജീവിതം തെരുവിൽ നിന്നാണ്. അദ്ദേഹം അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയൊക്കെ പടപ്പാട്ടുകാരനായിരുന്നു. കാലത്ത് കോഴിക്കോട് അബ്ദുൽ ഖാദറും MS ബാബുരാജും പാടി ആളുകളെ കൂട്ടിയിട്ടാണ് രാഷ്ട്രീയം പറഞ്ഞിരുന്നത്. പിന്നീട് നേതാക്കന്മാർ. ചരിത്രത്തിൽ വലിയ സംഭാവനയുള്ള ഒരാളാണ്. ആര്യപ്പോൾ ഓർക്കുന്നു MS ബാബുരാജിനെ. പാട്ട് കേൾക്കുന്നുണ്ടാവും, ആസ്വദിക്കുന്നുണ്ടാവും. പക്ഷെ ആ മനുഷ്യൻ എത്ര ത്യാഗമാണ്. അതുപോലെ ദേവരാജ മാസ്റ്റർക്ക് സംഗീതം എന്ന് പറഞ്ഞാൽ ലോകത്തിലൊരു വലിയ പാഠപുസ്തകമല്ലേ. ദക്ഷിണാമൂർത്തി സ്വാമി വളരെ യാഥാസ്ഥിതികമായ ഒരു കുടുംബത്തിൽ വൈക്കത്ത് ജനിച്ചു വളർന്ന് ഏറ്റവും ജനകീയമായ പാട്ടുകൾ ഉണ്ടാക്കിയ ഒരാൾ. കെ രാഘവനെ പോലെ ഇത്രയും ഗംഭീരമായ ഫോക്ലോർ പാട്ടുകൾ സൃഷ്ടിച്ചൊരു സംഗീത സംവിധായകനായ നമ്മുടെ സമ്പത്ത് എത്ര വലുതാ. മലയാളി ഇപ്പൊ ജീവിക്കുന്നത് ആ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ. വയലാറിനെ പോലെ ഒരു അത്ഭുത പ്രതിഭ. പി ഭാസ്കരൻ എന്ന് പറഞ്ഞ പി ഭാസ്കരന്റെ ജന്മശതാബ്ദിയായത്. പി ഭാസ്കരനാണ് നമ്മുടെ ഏറ്റവും വലിയ ഗാനരചയിതാവ്. അത് കഴിഞ്ഞേ വയലാർ വരുള്ളൂ എന്നെ സംബന്ധിച്ച്. അല്ല, ആരും മോശക്കാരായിട്ടില്ല. പക്ഷെ ജനകീയ നാടോടിത്തം ഏറ്റവും കൂടുതൽ പാട്ടുകൾ കൊണ്ടുവന്ന ഒരാളാണ്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ശ്രീകുമാരൻ തമ്പി സാർ വരെ എത്രയോ മനോഹരങ്ങളായ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ കവിയുടെ ഒരു പരീക്ഷണമായിരുന്നു സിനിമാ ഗാനരചന. പാട്ടായിട്ടാണ് മലയാള കവിത തുടങ്ങിയത്, പാട്ടിലേക്ക് വളർന്നതാണ്. അതൊരു വലിയ പഠന വിഷയമാണ്. ഞാൻ പറഞ്ഞാൽ അത് തന്നെ പറഞ്ഞുകൊണ്ട് പോകും. കവിതയെക്കുറിച്ചും എഴുത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പാട്ടുകളെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും വരികൾ എഴുതി അതിന്റെ സംഗീതം നൽകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഒപ്പം തന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ സാർ പങ്കെടുത്തൊരു പരിപാടിയാണ്, തൃശ്ശൂരിലെ ഗീതം സംഗീതം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പൊ ആ വേദിയിൽ സംസാരിക്കവേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പാട്ടുകൾ കൊണ്ട്, അതായത് പഴയ പാട്ടുകൾ കൊണ്ടൊരു സപ്താഹം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ അവരുടെ സ്ഥിരം അതിഥിയാണ്. തൃശ്ശൂർ പരിസര പ്രദേശങ്ങളിലെ പാട്ടുപ്രണയികളുടെ ഒരു കൂട്ടായ്മ. കേരളത്തിൽ ഇങ്ങനെ പാട്ടുപ്രണയികളുടെ കൂട്ടായ്മ ഉണ്ടായി വന്നിട്ടുണ്ട്. വലിയ നിരാശ ബാധിച്ച ഒരു തലമുറ. അവർക്ക് പുതുതായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പം ഒന്നുമില്ലെങ്കിൽ പഴയ പാട്ടുകൾ കേൾക്കാനും കേൾപ്പിക്കാനും ഒരു അവസരം. ഗീതം സംഗീതം നമ്മുടെ ജയരാജ് വാര്യര്, റഷീദ് ഭായ്, എന്റെ ഒരു സുഹൃത്ത് സ്വാമി, ചിത്രസൗധം സുകുമാരൻ, അങ്ങനെ കുറെ പാട്ടുപ്രണയികൾ ചേർന്നുണ്ടാക്കിയതാണ്. അപ്പൊ അവിടെ പോയപ്പോൾ അതുപോലെ പ്രസംഗിച്ചാൽ തീരുന്നില്ല. വയലാറിനെ കുറിച്ചും ONVയെ കുറിച്ചും ഭാസ്കറിനെ കുറിച്ചൊക്കെ കുറെ പ്രസംഗിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇതിപ്പോ ഒരു ദിവസം 2 ദിവസം പ്രസംഗിച്ചാൽ അവസാനിക്കില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒരു വയലാർ സപ്താഹമോ പി ഭാസ്കരൻ സപ്താഹമോ സംഘടിപ്പിച്ചാൽ ഒരു 7 ദിവസം വന്ന്
തുടർച്ചയായിട്ട് ഞാൻ പാട്ടുകളെ കുറിച്ച് പറയാം. ഞാൻ അതാണ് രതീഷിനോടും പറയാം, എനിക്ക് നിങ്ങളുടെ റേഡിയോയിലിരുന്ന് 7 ദിവസം വേണമെങ്കിൽ സംസാരിച്ചാലും ഇത് അവസാനിക്കില്ല, നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സപ്താഹം നടത്തി ആ വിഷയം കൂടുതൽ നന്നാക്കാം. ത്യാഗരാജയെ കുറിച്ച് ദേവഗാന്ധാരി. അതെ അതെ അതെ. അപ്പൊ അതിലേക്ക് വന്നു പറയാം. ദേവഗാന്ധാരി ഒരു പൊളിറ്റിക്കൽ പോയട്രിയാണ് ശരിക്കും. 92-90 ആ കാലത്താണ്. ത്യാഗരാജൻ രാമഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ശ്രീരാമനാണ്. ത്യാഗരാജനെ പോലൊരു വലിയ കവി, വലിയ വകയകാരൻ, സംഗീതാചാര്യൻ, ത്യാഗരാജ സ്വാമികളുടെ അതിപ്രശസ്തമായ ഒരു കീർത്തന അത്. ക്ഷീര സാഗര ശയന ആനന്നു ചിന്തലകവേ ടലവാരേ രാമ. ആ കീർത്തനത്തെ തുടക്കം ഞാൻ സംഗീതം പഠിച്ച ഒരാളല്ല, കേട്ട് മനസ്സിൽ വന്നതാ. അപ്പൊ ആ ഒരു അന്തരീക്ഷത്തിൽ ശ്രീരാമൻ എങ്ങനെയാണ് ഒരു വിഭാഗത്തിന് ഭയപ്പെടുത്തുന്ന ഒന്നായിട്ട് മാറുന്നത് എന്നൊരു വല്ലാത്തൊരു ഉൾഭയമോ ഒരു സംഘർഷമോ വേദനയോ ഉണ്ടായപ്പോൾ ആ രാമനെ തന്നെ വാഴ്ത്തിക്കൊണ്ട് എഴുതിയ കവിതയാണ് ദേവഗാന്ധാരി. ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ കവിതകൾ എഴുതുന്നവരുണ്ട്, കഥകൾ എഴുതുന്നവരുണ്ട്, നോവലുകൾ എഴുതുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ തലമുറ അവരുടെ എഴുത്തുകൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം നൽകാനുണ്ടോ? തീർച്ചയായും. എഴുത്ത് ആത്മമോക്ഷോപായാണ്. നമുക്ക് ജീവിതത്തിന് തൊഴിലെടുത്ത് പല ഭൗതിക സൗകര്യങ്ങളുണ്ടാവും. പക്ഷെ ഭൗതികതയ്ക്ക് അപ്പുറത്തേക്ക് അനശ്വരതയിലേക്ക് നീട്ടിയ കൈയാണ് കലയും സാഹിത്യവും. എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മൾ മരിച്ചുപോയാലും ബാക്കിയാവണം. മൃത്യോർമ അമൃതം ഗമയ. ചിലര് വെയിറ്റിംഗ് ഷെഡിന്റെ മുകളിൽ പേരെഴുതി വെക്കും, പാറുക്കുട്ടിയമ്മ വക. അപ്പൊ പാറുക്കുട്ടിയമ്മ മരിച്ചാൽ ആ വെയിറ്റിംഗ് ഷെഡ് ഉള്ളിടത്തോളം കാലം ജീവിക്കും. ചിലർ ഉരുളിയുടെ മുകളിൽ പേരെഴുതി വെക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉരുളിയുടെ മുകളിൽ പേരെഴുതി. ഞങ്ങൾ ഒരിക്കൽ പായസം വെക്കാൻ വേണ്ടി ഉരുളി കൊടുന്നപ്പോൾ കക്കാട്ടുമനക്കൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ പക എന്നാണ് എഴുതിയിരിക്കുന്നത്. വക എന്നുള്ളതല്ല, വായുടെ വാല് നീണ്ടുപോയത്. അപ്പൊ അവിടെ വക എഴുതി വെച്ചാൽ ഉരുളി ഇടത്തോളം കാലം ഇയാൾ ജീവിക്കും. മനുഷ്യന് അനശ്വരതയിലേക്ക് ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അനശ്വരത ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല വഴി സർഗ്ഗലോകത്ത് വരികയാണ്. സർഗാത്മകത നിങ്ങളെ അനശ്വരരാക്കും. നമ്മളിപ്പോൾ സംസാരിച്ചത് മുഴുവൻ മരിച്ചുപോയ ആളുകളെ കുറിച്ചാണ്. എന്നോ മരിച്ച ത്യാഗരാജ സ്വാമികളെ കുറിച്ച്, മരിച്ചുപോയ വയലാറിനെ കുറിച്ച്, മരിച്ചുപോയ ഭാസ്കരനെ കുറിച്ച്, മരിച്ചുപോയ MS ബാബുരാജനെ കുറിച്ച്, മരിച്ചുപോയ ദേവരാജനെ കുറിച്ച്, മരിച്ചുപോയ കേരാഘവരെ കുറിച്ച്, മരിച്ചുപോയ കവികളെ കുറിച്ച്, ആചാര്യന്മാരായിട്ട് കടന്നുപോയ ആളുകളെ. ഇപ്പൊ ഉത്തമ കലകൾ നമ്മുടെ ജീവിതകാലത്തിന് എത്രയോ അപ്പുറത്തേക്ക് നമ്മളെ അടയാളപ്പെടുത്തും. അതുകൊണ്ട് ഇതൊരു വിശുദ്ധമായ കാര്യമായിട്ട് കണക്കാക്കണം. റൈറ്റിംഗ് ഈസ് സംതിങ് സീക്രട്ട്. അതിന് വേണ്ട ഒരു ത്യാഗ മനോഭാവം, ഒരു സമർപ്പണ മനോഭാവം, ഒരു ഉപാസനാ മനോഭാവം കൊണ്ട് നടക്കണം. ബാക്കിയൊക്കെ അതിന്റെ കൂടെ വന്നോളും. തീർച്ചയായപ്പോൾ എഴുതുന്നവരാരായാലും കല കൊണ്ടെടുക്കുന്നവരാരായാലും അവർ അനശ്വരന്മാരായി തീരും. അതാണ് എൻ്റെ ഒരു എളിയ വിചാരം. എനിക്ക് പാട്ട് കേട്ട് മതിയാവുന്നില്ല, ഒരു പാട്ട് കൂടി നമ്മൾ കേൾക്കണം എന്ന് തോന്നുന്നുണ്ട്. ഭാസ്കരൻ മാഷിന്റെ തന്നെ ഏതെങ്കിലും വയലാറിന്റെയും ഭാസ്കരൻ മാഷിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന പാട്ടെഴുത്തുകാരനാണ് ശ്രീകുമാരൻ തമ്പിസാർ. തമ്പിസാർ ഇതുപോലെ ആ കാലത്ത് ചക്രവർത്തിമാരിയിരിക്കുന്ന കാലത്ത് വന്ന് സ്വന്തം കിരീടം, ചെങ്കോലും സിംഹാസനവും സ്വയം നേടിയ ആളാണ്. ഇപ്പൊ എനിക്കൊരു വ്യക്തിപരമായ ബന്ധമുള്ള ഒരു പാട്ട്, ഞാൻ ആദ്യമായിട്ട് ഒരു പ്രണയം, കൗമാര പ്രണയം ഉണ്ടായ കാലത്ത് പ്രണയാഭ്യർത്ഥന എഴുതി കൊടുത്തൊരു പാട്ടാണ്. അന്ന് പിന്നെ പ്രണയക്കത്ത് എഴുതാനുള്ള പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പൊ സാധാരണ പുസ്തകങ്ങൾ കൈമാറുന്നൊരു കുട്ടിയാണ്. കൗമാരത്തിലെ ഒരു ലജ്ജയുള്ള പ്രണയമല്ലേ, പറയാൻ ധൈര്യമില്ല, എഴുതാൻ ധൈര്യമില്ല. അപ്പൊ ഒരു ദിവസം പുസ്തകം മടക്കി കൊടുക്കുമ്പോൾ അതിന്റെ മുകളിൽ ഞാനൊരു 4 വരി എഴുതി വെച്ചു. അത് തമ്പിസാറിന്റെ വരികളാണ്. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു, നീലോൽപല നയനങ്ങളിൽ ഊറി നിർമ്മലരാഗ തുഷാരം, നീലോൽപല നയനങ്ങളിൽ ഊറി നിർമ്മലരാഗ തുഷാരം, എന്നനുഭൂതി തിരകളിലാടി നിന്റെ കിനാവിനോടം. ഓ തമാശ. ഈ വരികൾ എഴുതി കൊടുത്തപ്പോൾ തിരിച്ചു വിറ്റേന്ന് ഇങ്ങോട്ട് വന്ന പുസ്തകത്തിൽ ശ്രീകുമാരൻ തമ്പി സാറിന്റെ തന്നെ വേറെ ചില വരികളാണ്. പിന്നീട് പുഷ്പിക്കാതെ പോയ ഒരു പ്രണയമായിരുന്നു ആദ്യ കൗമാരത്തിലെ കടിഞ്ഞൂൽ പ്രണയം. ഓക്കെ, തീർച്ചയായിട്ടും ആ വരികളാണ് ഇനി നമുക്ക് കേൾക്കേണ്ടത് അല്ലേ? അത് വരികളാണ്. നിൻ മണിയറയിലെ നിർമ്മലശയ്യയിലെ നീലനീരാളമായി ഞാൻ മാറിയെങ്കിൽ, അത്ര എഴുതിയിട്ടുള്ളൂ. 2 വരി എഴുതിയിരുന്നുള്ളൂ. അപ്പൊ അടുത്തൊരു ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ട വരികളാണ്. അത് എന്റെ മനോഭാവമാണ്. ഓക്കെ. ഇന്ദുവദനെ നിന്റെ നീരാട്ടു കടവിലെ
ഇന്ദീവരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ ഇന്ദുവദനെ നിന്റെ നീരാട്ടുകടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ ഇന്ദ്രനീലാഭതൂകും നിന്മലർമിഴിയുമായി സുന്ദരി അങ്ങനെ ഞാൻ ഇണങ്ങുമല്ലോ നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമൂറും നിന്ദേഹമലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. എം കെ അർജുനന്റെ സംഗീതം, ജയചന്ദ്രന്റെ പട്ടുപോലെ മൃദുലമായ ശബ്ദം. അതൊക്കെ ഒരു കാലമാണ്. അത് ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരം കവിതകൾ, വരികൾ തന്നെ മതി തീർച്ചയായും പ്രണയം കൈമാറാൻ വേണ്ടി. തീർച്ചയായും ഞങ്ങളുടെ തലമുറയ്ക്ക് അതൊക്കെ ഒരു വലിയ സമ്പത്താണ്. തീർച്ചയായും ഞങ്ങളൊക്കെ മരിക്കാതെ ജീവിക്കുന്നത് ആ പാട്ടുകളുടെ ഒക്കെ സമ്പത്ത് കൊണ്ടാണ്. തമ്പി സാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. വേണ്ടത്ര ആളുകൾ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇപ്പോഴും സംശയം. അതേ ഇടയ്ക്ക് ശോഭിച്ചെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനെയൊക്കെ ബഹളാക്കുന്നല്ലാതെ വലിയ കോൺട്രിബ്യൂഷൻ ഉള്ള കവിയാണ്. ഒത്തിരി ഒത്തിരി നന്ദി. ഇത്രയും സമയം നമ്മുടെ കൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷേ കുറച്ച് കാലഘട്ടങ്ങളിലൂടെ മാത്രമാണ് നമ്മൾ കടന്നുപോയത്. റേഡിയോ ലൈബ്രറിയിലൂടെ നമ്മുടെ കൂടെ ഇത്രയും സമയം എത്തിയതിൽ ഒരുപാട് നന്ദി. തീർച്ചയായും രതീഷ്, എനിക്കും അത്ഭുതം തോന്നിയത്. ഞാനൊരു സാധാരണ പ്രതീക്ഷയിൽ വന്നതാണ്. രതീഷ് എന്നിൽ നിന്ന് പിടിച്ചെടുക്കുന്ന വിധത്തിൽ എന്നെക്കുറിച്ചും എൻ്റെ സർഗ്ഗലോകത്തെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കിയാണ് സംസാരിച്ചത്. തീർച്ചയായും ഇതൊരു വലിയ പ്രവർത്തനമാണ്. ഒരു എഴുത്തുകാരനെയോ കലാകാരനെയോ സ്റ്റുഡിയോയിൽ വിളിച്ച് അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് സംസാരിച്ചാൽ, ഇപ്പൊ ഞാനൊന്നും പ്ലാൻ ചെയ്ത് വന്നല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രതീഷ് എന്ന റേഡിയോ ജോക്കിയുടെ പ്രതിഭയ്ക്കുള്ള മറുപടിയാണ്. ഒരുപാട് നന്ദി. സന്തോഷം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയും എഴുത്തുകാരനും കാഥികനും തിരക്കഥാകൃത്തും ഗാനരചയിതാവും ഒക്കെ ആയിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. എഴുത്തിനെ കുറിച്ച് അല്ലെങ്കിൽ കവിതകളെക്കുറിച്ച്, പുതിയ എഴുത്തുകാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അതിനൊപ്പം പാട്ടുകളെക്കുറിച്ച്, പാട്ടിന്റെ വരികളെക്കുറിച്ച്, സംഗീതത്തെക്കുറിച്ചൊക്കെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ആലങ്കോട് ലീലാകൃഷ്ണനിൽ നിന്നും അറിയാൻ സാധിച്ചു. എന്തായാലും ഈ ആഴ്ച റേഡിയോ ലൈബ്രറി വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം. തൽക്കാലം ടാറ്റാ ബൈ പറയുകയാണ് രതീഷ്.